ദൈവം തൻ്റെ സ്നേഹം കൊണ്ടും തൻ്റെ വിശുദ്ധി കൊണ്ടും ഈ ബലിയിലേക്ക് കിടക്കാം. ബലിയിലേക്ക് പ്രവേശിക്കുന്നത് ഇത് കേട്ട വാഗ്ദാനം നിങ്ങൾക്കും നിങ്ങളുടെ സന്താനങ്ങൾക്കും വിദൂരസ്ഥർക്കും നമ്മുടെ ദൈവമായ കർത്താവ് തന്റെ അടുക്കിലേക്ക് വിളിക്കുന്ന എല്ലാവർക്കും ഉള്ളതാണ്. അവൻ മറ്റ് പല വചനങ്ങളാലും അവർക്ക് സാക്ഷ്യം നൽകുകയും ഈ ദുഷിച്ച തലമുറയിൽ നിന്ന് നിങ്ങളെ തന്നെ രക്ഷിക്കുവേൻ എന്ന് ഉപദേശിക്കുകയും ചെയ്തു. പണ്ട് ദൈവബലി അഭ്യസിക്കുന്നത് പോലെയല്ല. ആൾക്കൂട്ടം വലുതാവുകയും സഭ വളരുകയും ചെയ്തപ്പോൾ വീട്ടിൽ സൗകര്യം പോയാതെ വന്നു. അങ്ങനെ സാവകാശം അത് കോമണായി ബലിയർപ്പിക്കുവാൻ മാത്രം ഒരുക്കപ്പെട്ട ദേവാലയങ്ങളിലേക്ക് മാറി. ദേവാലയത്തിൻ്റെ വിശാലമായ സൗകര്യങ്ങൾ ബലിയർപ്പിക്കുവാൻ നല്ലതാണ്. അവിടെ നിന്നുമായി വീണ്ടും ഭവനങ്ങളിലേക്ക് ബലി കൊണ്ടുവരുന്നതിൻ്റെ കാരണം ബലിയിലുള്ള വിശ്വാസം ഏറ്റെടുക്കുവാൻ ബലിയർപ്പണത്തിൽ കുറച്ചുകൂടി നല്ല പങ്കാളിത്തം കുടുംബങ്ങളുണ്ടാകാൻ വേണ്ടിയാണ്. ഞങ്ങളുടെ ജീവിതത്തിന്റെ ഉത്തരവാദിത്തങ്ങളെല്ലാം സ്നേഹത്തോടെ നിറവേറ്റുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വാർഷിക നടക്കുന്ന ഈ ഭവനത്തെ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് കുടുംബനാഥനെ അനുഗ്രഹിക്കണമേ. ഈ രോഗാവസ്ഥയിൽ കഴിയുന്ന എല്ലാവർക്കും സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് പ്രായമായവരെയും പഠനത്തിനും ജോലിക്കുമായി ഇവിടെ നിന്ന് അകന്നു കഴിയുന്നവരെയും എല്ലാം സമർപ്പിക്കുന്നു. എല്ലാവരും നന്മകളാലും എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സഭയെ മുഴുവൻ്റെയും തലവനായ പരിശുദ്ധ പിതാവ് മാർ പിയോ പ്രധാനമാർ ബാബയും ഞങ്ങളുടെ സ്ഥലം സഭയുടെ പിതാവും തലവനും അതിരൂപത അധ്യക്ഷനുമായ മേജർ ബിഷപ്പ് മാർ അഫീസ് അബി പിതാവിനെയും മാർ ജോസഫ് പത്രാനി പിതാവിനെയും മറ്റെല്ലാ മിത്രന്മാരെയും പുരോഹിതരെയും സന്യസ്തരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ബലിയിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. വളരെ പ്രത്യേകമായി ഈ ബലി അർപ്പിക്കപ്പെടുന്ന ഭവനത്തെയും അതിൻ്റെ അവസ്ഥയും അതിൻ്റെ അംഗങ്ങളെയും പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. കാര്യമായ കർത്താവെ ഈശ്വരത്തോടെ ജീവിക്കുവാൻ നിന്റെ നന്മയിൽ പങ്കുചേരുവാൻ ഞങ്ങൾക്കുള്ളതിൽ ഒരു ഓഹരി പങ്കുവെച്ചുകൊണ്ട് ക്രൈസ്തവ കൂട്ടായ്മയുടെ അനുഗ്രഹം അമൂല്യമായ ശരീരത്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തരോട് സമീപിക്കാം. സമർപ്പിക്കുവാൻ കിടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നീക്കും.
Envy His mercy and love, for He waits. ദൈവത്തിന്റെ കാരുണ്യത്തിന് അതീതനായി ആരുമില്ല. നമുക്ക് അവന്റെ കരുണയും സ്നേഹവും സ്വീകരിക്കാം, കാരണം അവൻ കാത്തിരിക്കുന്നു. വിശുദ്ധ മരിയാകുലീത്തിയുടെ ഈ വാക്കുകൾ നമ്മെ ജീവിത വിജയത്തിനായി മുന്നേറുവാൻ പ്രചോദനമേകുന്നു. ദൈവത്തിന്റെ കാരുണ്യമില്ലാതെ വിജയം അപ്രാപ്യമാണ്. ഈശ്വര ചിന്തയോടെ നമുക്ക് സെന്റ് മരിയ ഗൊലേറ്റി യൂണിവേഴ്സിന്റെ ഈ വാർഷികാഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിക്കാം. ഈശ്വര പ്രാർത്ഥനയ്ക്കായി ആൻ മരിയ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ജീവജാലങ്ങളാകെയും ജന്മബന്ധുവായിടണേ. ജാതിഭേദങ്ങളെന്ന ശാപമോ ദൂരെ നിറയിടണേ. ലോകമൊന്നെന്ന പാഠമെന്നുമേ മനസ്സിലെഴുതേണമേ. ഒരു ഗ്രേസ്ഫുൾ പ്രയാസം. കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ സെയിന്റ് മരിയ ഗൊലേറ്റി യൂണിറ്റിൽ നിന്നും മരണം മൂലം വേർപിരിഞ്ഞു പോയ പള്ളിപ്പറമ്പിൽ മേരി ഫ്രാൻസിസ്, കരിക്കശ്ശേരി ആന്റണി, വലിയപറമ്പിൽ പൈലി ജോൺ എന്നിവരുടെ ആത്മശാന്തിക്കായി നമുക്ക് എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കാം. മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾ തമ്പുരാന്റെ മനോഗുണത്താൽ മോക്ഷത്തിൽ ചേരുവാൻ ഇടയാകട്ടെ. കുറിച്ച് അവരുടെ മേൽക്ക് പേരായിരിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റ് ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധമറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പുത്തമ്പള്ളി സെന്റ് ജോർജ് ചർച്ചിലെ 11ാം യൂണിറ്റായ സെയിന്റ് മരിയ ഗൊലേറ്റി യൂണിറ്റിലെ വാർഷിക ആഘോഷ പരിപാടികൾ വിജയകരമാക്കാൻ എത്തിച്ചേർന്ന നിങ്ങളേവരെയും സഹർഷം സ്വാഗതം ചെയ്യാനായി ഈ കുടുംബത്തിലെ ഗൃഹനാഥയായ നമുക്കേവർക്കും പ്രിയപ്പെട്ട ശ്രീമതി റെൻസി ജോസ് തളിയത്തിനെ സ്വാഗതം ആശംസിക്കാനായി ക്ഷണിക്കുന്നു. ഞാൻ നിങ്ങളെല്ലാവരെയും ഈ കുടുംബ വാർഷിക യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യും. എനിക്ക് പെട്ടെന്ന് ഹോസ്പിറ്റലൈസ് ചെയ്യേണ്ടി വന്നു. ഞാൻ ഹോസ്പിറ്റലിലാണ്. 10-12 ദിവസമൊക്കെ തിരിച്ചു വരാം. നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. കാര്യങ്ങൾ ഭംഗിയായിട്ട് നടക്കട്ടെ എന്ന് വിചാരിക്കുന്നു. മഴയുടെ ശക്തിയുണ്ട്. ചിലപ്പോൾ ആ സമയത്ത് ദൈവമാണ് മാറ്റി തരുമായിരിക്കും. കൂടാതെ നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈശോയുടെ കൃപയാലും പരിശുദ്ധ മാതാവിൻ്റെ അനുഗ്രഹത്താലും മര്യാദയിലെത്തി പുണ്യവതിയുടെ മധ്യസ്ഥയാലും നമ്മുടെ കാര്യങ്ങളെല്ലാം ഭംഗിയായി നടക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഒരിക്കൽ കൂടി നിങ്ങളെ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. അലക്സ് കാട്ടയെഴുത്തച്ഛനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം ചെയ്യുന്നു. വാർഷിക യോഗത്തിൽ ആശംസകൾ നേരാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നമ്മുടെ സഹവികാരി അച്ഛൻ എത്തിയിട്ടില്ല എങ്കിലും അച്ഛനെ സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം ചെയ്യുന്നു.
മദർ സുപ്പീരിയർ സിസ്റ്റർ ആൻസി മരിയ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ സെന്റ് ആനി ചെയ്യുന്നു. ആശംസകൾ അർപ്പിക്കുവാനായി എത്തിച്ചേർത്തിരിക്കുന്ന വൈസ് ചെയർമാൻ ശ്രീ സാജൻ ചക്യത്തിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ വാർഷിക പൊതുയോഗത്തിനായി എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ മരിയ ഗുരുത്തി കുടുംബാംഗങ്ങളെയും ഒപ്പം ഇവിടെ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരെയും ഈ യോഗത്തിലേക്ക് സാദരം സ്വാഗതം ചെയ്യുന്നു. പുത്തൻപള്ളി സെന്റ് ജോർജ് ഇടവക 11-ാം നമ്പർ യൂണിറ്റായ മരിയ ഗരേറ്റി യൂണിറ്റിന്റെ വാർഷിക ആഘോഷത്തിൽ എത്തിച്ചേർന്നിട്ടുള്ള ഏവർക്കും ദൈവനാമത്തിൽ ഏറെ സന്തോഷത്തോടെ സ്വാഗതം ആശംസിക്കുന്നു. 2023-2025 വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട്. 16/2/2023 ശ്രീ തളിയത്ത് മത്തായി തോമസിന്റെ ഭവനത്തിൽ വൈകിട്ട് 5:30 കുർബാനയോടുകൂടി വാർഷികാഘോഷം നടത്തപ്പെട്ടു. കൊച്ചച്ചൻ ഫാദർ അമൽ ഓടനാട് കുമ്പസാരം, വീട് വെഞ്ചരിപ്പ്, കുർബാന എന്നിവയ്ക്ക് നേതൃത്വം നൽകി. സിസ്റ്റർ റോസ് കാർമൺ, സിസ്റ്റർ ഡെറീന, സിസ്റ്റർ ക്രിസ് ലോഗസ് എന്നിവരും നമ്മെ സഹായിക്കുവാനായി മുൻപന്തിയിൽ തന്നെ ഉണ്ടായിരുന്നത് നന്ദിയോടെ ഓർക്കുന്നു. തുടർന്ന് മീറ്റിംഗ് വികാരി ഫാദർ അലക്സ് കാട്ടയെടുത്ത്, ഫാദർ അമൽ ഓടനാട്, വൈസ് ചെയർമാൻ, ട്രസ്റ്റിമാരായ ശ്രീ സാജൻ ചക്കിത്ത്, ശ്രീ പീറ്റർ തെക്കിനത്ത്, സെൻട്രൽ കമ്മിറ്റി മെമ്പേഴ്സ്, യൂണിറ്റ് ഭാരവാഹികൾ എന്നിവരുടെ സജീവ സാന്നിധ്യം ഉണ്ടായിരുന്നു. വാർഡ് മെമ്പറും എത്തിച്ചേർന്നു. എല്ലാവരുടെയും ആശംസാ വചസ്സുകൾ കൃത്യമായി. മീറ്റിംഗിനിടയിൽ ബാബു ചേട്ടനൊപ്പം സാജൻ ചേട്ടൻ പാടിയതും മധുരതരമായി. തുടർന്ന് യൂണിറ്റ് അംഗങ്ങളുടെ കലാപരിപാടികൾ നടത്തപ്പെട്ടു. ഏറെ മനോഹരമായ കലാവിരുന്നിന് നേതൃത്വം നൽകിയ ശ്രീമതി റിൻസി തോമസ്, ബെറ്റ്സി ബിനോയ്, ആദർശ് അഗസ്റ്റിൻ എന്നിവരെ ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുന്നു. വാർഷികത്തിന് മുന്നോടിയായി സ്പോർട്സ് മത്സരങ്ങൾ ശ്രീകൊട്ടക്കാലിൽ മത്തായി ഷാജുവിന്റെ ഭവനത്തിൽ വെച്ച് നടത്തപ്പെട്ടു. വീടും പരിസരവും ഇതിനായി വിട്ടുതന്ന എല്ലാ സഹായങ്ങളും ചെയ്തു തന്ന ഷാജു ചേട്ടന് ഒത്തിരി നന്ദി. വ്യത്യസ്തമായ മത്സരങ്ങൾ നടത്തപ്പെടുകയും 48 പേർ സമ്മാനാർഹരാകുകയും ചെയ്തു. പേര് വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കാത്ത ഒരു വ്യക്തിയുടെ സ്പോൺസർഷിപ്പ് 10,000 രൂപ ലഭിച്ചതിനാൽ വിപുലമായ രീതിയിൽ സമ്മാനങ്ങൾ അറേഞ്ച് ചെയ്യാൻ കഴിഞ്ഞു. അത് ഏറെ ആകർഷകമായി. യൂണിറ്റിൽ നിന്നും 75 പേർ വാർഷിക ആഘോഷങ്ങളിൽ പങ്കുചേർന്നു. കുർബാനയുടെ കാഴ്ചവയ്പിലും എല്ലാ കുടുംബങ്ങളുടെയും സാന്നിധ്യം ഉണ്ടായിരുന്നു. വാർഷികാഘോഷങ്ങൾക്ക് നേതൃത്വം കൊടുത്ത പ്രസിഡന്റ് ശ്രീ തോമസ് വിധേയത്തിൽ, സെക്രട്ടറി ശ്രീമതി മോളി പോൾ ചക്കിത്ത് എന്നിവരെ ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുന്നു. ആദ്യത്തെ കുടുംബമൊരുക്കിയ സ്വാദിഷ്ടമായ അത്താഴ വിരുന്നോടെ വാർഷികാഘോഷങ്ങൾക്ക് സമാപനമായി. വിശുദ്ധ മരിയ ഗരേറ്റി യൂണിറ്റിൽ 37 കുടുംബങ്ങളും 143 അംഗങ്ങളുമാണുള്ളത്. എല്ലാ മാസവും 2-ാം ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷം 3:30 യൂണിറ്റ് മീറ്റിംഗ് നടത്താറുള്ളത്. മീറ്റിംഗിന് മുന്നോടിയായി ജപമാല അർപ്പിക്കുന്ന ശീലം തുടർന്നു വരുന്നു. മീറ്റിംഗിന്റെ കാര്യപരിപാടികൾ ക്രമം തെറ്റാതെ ചിട്ടയോടെ തന്നെ നടത്തപ്പെടുന്നു. മീറ്റിംഗിന് മുന്നോടിയായി എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൂടുകയും ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് ധാരണയുണ്ടാക്കുകയും ചെയ്യുന്നു. എല്ലാ മാസവും അറ്റൻഡൻസ് പ്രൈസ് നൽകി വരുന്നു. ലോഗോസ് ക്വിസ് വളരെ ഉത്സാഹത്തോടെ നടത്തപ്പെടുന്നു. ഓരോ മീറ്റിംഗിലും ക്വിസ് വിജയികൾക്ക് സമ്മാനങ്ങൾ നൽകി പോരുന്നു. ലോഗോസിൽ റോസി ജോസഫ്, മേരി തോമസ് മൂഞ്ഞേലി എന്നിവരുടെ പരിശ്രമങ്ങൾ മാതൃകാപരമാണ്. കുട്ടികൾക്കായി രൂപീകരിച്ചിട്ടുള്ള ഏഞ്ചൽസ് ആർമി ഗ്രൂപ്പിൽ വചനം പറയുന്ന കുട്ടികൾക്ക് സമ്മാനം നൽകി വരുന്നു. പാചകം, ആരോഗ്യം, കൃഷി എന്നിങ്ങനെയുള്ള ക്ലാസുകൾ സംഘടിപ്പിക്കാറുണ്ട്. യൂണിറ്റ് അംഗമായ ഡോക്ടർ മാർട്ടീനയുടെ ഹെയർഫോൾ ആൻഡ് ഹെയർ ലോസ് എന്ന വിഷയത്തിലെ ക്ലാസ് ഏറെ അറിവ് പകരുന്നതായിരുന്നു. വചന വിചിന്തനം പറയുന്നതിന് ഓരോ മാസവും ഓരോ വ്യക്തികൾക്ക് ഏൽപ്പിച്ചു കൊടുത്തത് ഏറെ രസകരമായ റിസൾട്ട് നൽകുന്നതായി അനുഭവപ്പെട്ടു. അത് വിചിന്തനം കൂടുതൽ വിപുലമാകാൻ ഇട നൽകി. 10/9/2023 ശ്രീ തളിയത്ത് ലോനപ്പൻ മനോജിന്റെ ഭവനത്തിൽ വെച്ച് ഓണാഘോഷം നടത്തപ്പെട്ടു. മുൻവർഷം നടന്ന പോലെ തന്നെ ഓരോ കുടുംബവും ഓരോ വിഭവം ഉണ്ടാക്കിക്കൊണ്ടുവന്നു. കളികളും കലാപരിപാടികളും സമ്മാനങ്ങളുമായി ആ അതിമനോഹരമായ ആഘോഷങ്ങളിൽ വികാരി അച്ഛനും കൊച്ചച്ഛനും വൈസ് ചെയർമാൻ കൈകാരൻ ശ്രീ പീറ്റർ തെക്കിനേത്ത്, ജോയിന്റ് സെക്രട്ടറി ജോസ് തെക്കിനേത്ത്, ആൾത്താര ശുശ്രൂഷി ശ്രീ ഷൈൻ എന്നിവരും പങ്കെടുത്തു. ആഘോഷത്തിന് ആതിഥേയത്വം വെച്ച ശ്രീ മനോജിനെയും ബീനയെയും നന്ദിയോടെ ഓർക്കുന്നു. സെപ്റ്റംബർ 20 നമ്മുടെ യൂണിറ്റിൽ അംഗമായ വലിയ പറമ്പിൽ ജോൺ ചേട്ടന് ഒരു ആക്സിഡന്റ് ഉണ്ടായതുമായി ബന്ധപ്പെട്ട് ചികിത്സാ സഹായത്തിലേക്ക് യൂണിറ്റ് അംഗങ്ങളുടെ അകമഴിഞ്ഞ സഹായമുണ്ടായി. ക്രിസ്മസ് ആഘോഷങ്ങൾ യൂണിറ്റിൽ വളരെ ഭംഗിയായി നടത്തി വരുന്നു. ക്രിസ്മസ് ഫണ്ടിനെ എടുക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും കരോൾ ദിനത്തിൽ സമ്മാനങ്ങൾ കൈമാറുകയും ചെയ്തു പോരുന്നു.
കേക്ക് കട്ടിങ്ങോടുകൂടി ആരംഭിക്കുന്ന കരോൾ യാത്ര അവസാനിക്കുന്ന ഭവനത്തിൽ വിഭവസമൃദ്ധമായ അത്താഴ വിരുന്നോടെ ആഘോഷമാക്കുന്നു. സർപ്രൈസ് സമ്മാനങ്ങളും നൽകി വരുന്നു. സമ്മാനങ്ങൾ ഭാരവാഹികൾ തന്നെ സ്പോൺസർ ചെയ്യുന്ന പതിവാണുള്ളത്. 2023 ശ്രീ തോമസ് തളിയത്തിന്റെ ഭവനത്തിലും 2025 ശ്രീ ബോബൻ പോൾ സിയേടത്തിന്റെ ഭവനത്തിലുമാണ് കരോൾ അവസാനിപ്പിച്ചത്. ഈ രണ്ട് കുടുംബങ്ങളെയും ഈ അവസരത്തിൽ അഭിനന്ദിക്കുന്നു. 21/4/2024 ഞായറാഴ്ച കുർബാനയ്ക്ക് ശേഷം യൂണിറ്റ് ഒരു ടൂർ നടത്തുകയുണ്ടായി. ആലപ്പുഴ ബോട്ടിംഗ് 41 പേരടങ്ങിയ സംഘത്തിന്റെ യാത്ര അതിമനോഹരമായി. ബോട്ടിൽ നടത്തിയ അന്താക്ഷരി മറക്കാനാവാത്ത അനുഭവമായി. മുൻ ഭാരവാഹികളായ പ്രസിഡന്റ് തോമസ് വിജയത്തിൽ, സെക്രട്ടറി മോളി പോൾചക്കത്ത്, ട്രഷറർ ഹണി ചെറിയാനമ്പലത്തിങ്കൽ, വൈസ് പ്രസിഡന്റ് ഗ്രേസി വർഗീസ് പള്ളിപ്പറമ്പിൽ, ജോയിന്റ് സെക്രട്ടറി മോളി ആന്റണി തളിയത്ത് എന്നിവരുടെ നിസ്സീമമായ സേവനങ്ങൾക്ക് 1000 നന്ദി. പുതുതായി ചുമതലയേറ്റ പ്രസിഡന്റ് ബോബൻ പോൾ സിയേടത്ത്, സെക്രട്ടറി ഹണി ചെറിയാനമ്പലത്തിങ്കൽ, ട്രഷറർ ആൻഡ് കൗൺസിലർ റിൻസി തോമസ് വിജയത്തിൽ, വൈസ് പ്രസിഡന്റ് ജോയ് പള്ളിപ്പറമ്പിൽ, ജോയിന്റ് സെക്രട്ടറി ഫെർസൻ ഫ്രാൻസിസ് കൊള്ളനൂർ എന്നിവർക്ക് ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. 22/6/2024 യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പള്ളി ക്ലീനിംഗ് സമയാസമയങ്ങളിൽ ഭംഗിയായി നടന്നു വരുന്നു. കുർബാനയിലും സജീവമായ അംഗങ്ങൾ പങ്കുകൊണ്ടുവരുന്നു. 7/7/2024 വിശുദ്ധ മരിയ ഗ്രേറ്റഡ് തിരുനാൾ 7 മണിയുടെ കുർബാനയ്ക്ക് വായനയും പാറോസിസ് പ്രാർത്ഥനകൾക്കും അംഗങ്ങൾ നേതൃത്വം നൽകി നേർച്ച വിതരണവും നടത്തിപ്പോരുന്നു. പ്രസിഡന്റ് യൂണിറ്റിലെ രോഗാവസ്ഥയിലുള്ളവരെ സന്ദർശിക്കുകയും അവർക്ക് വേണ്ട സഹായം എത്തിച്ചു കൊടുക്കാൻ മുൻകൈ എടുക്കുകയും ചെയ്തു പോകുന്നു. 9/9/2024 കാരിക്കശ്ശേരി വർഗീസ് ആന്റണി, 18/9/2024 വലിയ പറമ്പിൽ ജോൺ, 24/11/2024 പള്ളിപ്പറമ്പിൽ മേരി ഫ്രാൻസിസ് എന്നിവരാണ് കഴിഞ്ഞ വർഷം നമ്മിൽ നിന്നും വേർപിരിഞ്ഞു പോയത്. തദവസരത്തിൽ യൂണിറ്റ് റീതി സമർപ്പിക്കുകയും ചടങ്ങുകളിൽ പങ്കുചേരുകയും അന്നേ ദിവസം സന്ധ്യാപ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുകയും ചെയ്തിരുന്നു. ഒക്ടോബർ മാസത്തിൽ ആദ്യത്തെ 10 ദിവസം വീടുകളിൽ ജപമാല നടത്തപ്പെടുന്നു. അവസാനത്തെ ജപമാല ശ്രീ തളിയത്ത് ലോനപ്പൻ ജോസിന്റെ ഭവനത്തിൽ ആഘോഷമായി കൊണ്ടാടി. അലങ്കാരങ്ങളും സ്നേഹവിരുന്നും ഏറെ ഭംഗിയായി. ജോസേട്ടനെ നന്ദി. നമ്മുടെ യൂണിറ്റ് ശ്രീ ജോൺസന്റെ നേതൃത്വത്തിൽ കരോൾ ഗാന മത്സരത്തിൽ പങ്കെടുക്കുകയും സ്ഥിരമായ സമ്മാനങ്ങൾ കരസ്ഥമാക്കുകയും ചെയ്തു വരുന്നു. ഗായകർക്ക് നന്ദി. ലോഗോസ് ക്വിസിൽ ആദ്യ റാങ്കുകൾ കരസ്ഥമാക്കുന്നതിൽ നമ്മുടെ യൂണിറ്റ് എന്ന മുൻപന്തിൽ തന്നെയാണ്. റാങ്ക് നേടിയ ഏവർക്കും അഭിനന്ദനങ്ങൾ. ഈ 2 വർഷക്കാലം മുടങ്ങാതെ യൂണിറ്റ് മീറ്റിംഗിൽ പങ്കെടുത്ത ഹണി ചെറിയാനമ്പലത്തിങ്കലിന് അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു. ഏറെ സ്നേഹത്തോടും ആത്മാർത്ഥതയോടും കൂടി ഈ വാർഷിക ആഘോഷത്തിനും കുർബാനയ്ക്കും വീടൊരുക്കി തരികയും സ്നേഹവിരുന്ന് സജ്ജമാക്കുകയും ചെയ്ത ശ്രീ ജോസ് തളിയത്തിനും കുടുംബത്തിനും നന്ദിയും പ്രാർത്ഥനയും നേർന്നുകൊണ്ട് ഈ റിപ്പോർട്ട് ഏവരുടെയും അറിവിലേക്കായി സമർപ്പിക്കുന്നു. താങ്ക് യു ഹണി. ഇന്നത്തെ യോഗത്തിന്റെ അധ്യക്ഷനും നമ്മുടെ യൂണിറ്റിനെ നയിച്ചുകൊണ്ടിരിക്കുന്ന യൂണിറ്റ് പ്രസിഡന്റ് ശ്രീ ബോബൻ സിയേടത്തിനെ അധ്യക്ഷ പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു. സ്നേഹബഹുമാനപ്പെട്ട വികാരി അച്ഛൻ ഫാദർ അലക്സ് കാട്ടയെടുത്ത്, അസിസ്റ്റന്റ് വികാരി ഫാദർ എബിൻ എടശ്ശേരി, വൈസ് ചെയർമാൻ ശ്രീ സാജൻ ചക്കേത്ത്, ട്രസ്റ്റിമാരായ ശ്രീ ബൈജു തളിയത്ത്, ശ്രീ ബെന്നി പുതുശ്ശേരി, നമ്മുടെ CMC ഗവൺമെൻറ്റിലെ മദർ സുപ്പീരിയർ സിസ്റ്റർ ആൻസി മരിയ, ഒളനാട് സദനിൽ നിന്ന് വന്ന സിസ്റ്റർ റിൻസി പള്ളിപ്പാട്ട്, നല്ലൊരു സായാഹ്നം നമ്മുടെ സദസ്സിനെ സുന്ദരമാക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവർ, ഇവിടുത്തെ കുടുംബനാഥൻ ശ്രീ ജോസേട്ടൻ കുടുംബാംഗങ്ങളെ, അദ്ദേഹത്തിൻ്റെ ബന്ധുമിത്രാദികളെ, കുഞ്ഞുമക്കളെ, വിശുദ്ധ മരിയ ഗോരേറ്റിയുടെ നാമധേയത്തിലുള്ള നമ്മുടെ ഈ യൂണിറ്റിന് ഇന്ന് സന്തോഷത്തിൻ്റെ ദിനമാണെന്ന് തീർത്തും പറയാൻ വയ്യ. കാരണം ഇവിടുത്തെ കുടുംബം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. വികാരിയച്ഛൻ നാമക പ്രസംഗത്തിലൂടെ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ ചികിത്സ സംബന്ധമായി കുറച്ച് ദിവസത്തേക്ക് ആശുപത്രിയിൽ അഡ്മിറ്റഡാണ്. അദ്ദേഹം എത്ര വേഗം സുഖം പ്രാപിച്ച് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലേക്കും അദ്ദേഹത്തിൻ്റെ കർമ്മമണ്ഡല പദത്തിലേക്കും തിരിച്ചു വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ തുടരട്ടെ. 1500 കുടുംബങ്ങളുള്ള നമ്മുടെ ഈ ഇടവക ദേവാലയം, അതിൽ ഒരു ജപമാലയിലെ മുത്തുമണികളെന്ന പോലെ 23 യൂണിറ്റുകളുമായി നമ്മൾ വളരെ വികാരിയച്ഛൻ്റെ നേതൃത്വത്തിൽ എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയോടും ചിട്ടയോടും കൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണുള്ളത്. വികാരിയച്ഛൻ ആമുഖ പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ 19ാമത്തെ വാർഷികമാണ് ഇന്നിവിടെ നടക്കുന്നത്. ഇനി ഏതാനും ഒരു 4 യൂണിറ്റുകൾ ബാക്കിയുള്ളൂ. കാലാവസ്ഥ തികച്ചും നമുക്ക് പ്രതികൂലമാണെങ്കിലും എല്ലാ കാര്യങ്ങളും ഇതുവരെ വികാരിയച്ഛൻ്റെ ഭക്തി നിർഭരമായ കുർബാനയും തുടർന്ന് ചെറിയൊരു
ചായ സൽക്കാരവും എല്ലാം ഇതുവരെയുള്ള കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടന്നു. ഇനിയും മുന്നോട്ടുള്ള കാര്യങ്ങളെല്ലാം ഭംഗിയായി നടക്കുമെന്ന് വിശ്വസിക്കുന്നു. ഈ അവസരത്തിൽ വിശുദ്ധ മരിയ കൊറിയത്തെ കുറിച്ച് പറയാതെ മരിയ കൊറിയയുടെ ജീവചരിത്രത്തിലൂടെ നമ്മളൊന്ന് കണ്ടുപിടിക്കുകയാണെങ്കിൽ 1890 ഇറ്റലിയിലെ ഒരു കർഷക കുടുംബത്തിൽ തൻ്റെ 6 മക്കളിൽ 3ാമത്താളായി ജനിച്ച ഒരു കുട്ടിയായിരുന്നു മരിയ കൊറിയറ്റി. കർഷക കുടുംബം ആയത് കാരണം അപ്പനും അമ്മയും സഹോദരങ്ങളും കൃഷിയിടത്തിൽ പണിക്ക് പോകുമ്പോൾ ഈ കുട്ടിയായിരുന്നു ആ കുടുംബത്തിലെ വേലകളെല്ലാം ഭക്ഷണം പാകം ചെയ്യലും എല്ലാം ചെയ്തു കൊണ്ടിരുന്നത്. ഈ കുട്ടിയുടെ 6ാം വയസ്സിൽ തൻ്റെ പിതാവിനെ നഷ്ടപ്പെട്ടു. രോഗശയ്യയിലായിരുന്ന തൻ്റെ പിതാവിനെ നഷ്ടപ്പെട്ടു. അതിനുശേഷം ഈ കുട്ടി 12ാം വയസ്സിൽ ഒരു കിരാതൻ്റെ കൈകളാൽ ഈ കുട്ടി കൊല്ലപ്പെടുകയാണ് ഉണ്ടായതെന്ന് നമ്മൾ ഇതിനകത്ത് വായിച്ചറിയുന്നു. ആ ഉദ്യമത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച ആ കുട്ടിയെ ആ ഘാതകൻ വീണ്ടും 3 തവണ കുത്തി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ കുട്ടിയുടെ മരണത്തിന് ശേഷം, അതായത് ഏതാണ്ട് ഒരു 45 വർഷത്തിന് ശേഷം 1902 ഈ കുട്ടി കൊല്ലപ്പെടുന്നത്. അതിന് ഒരു 45 വർഷത്തിന് ശേഷം, അതായത് 1947 ഈ കുട്ടിയെ അന്നത്തെ മാർപ്പാപ്പയായിരുന്ന 12ാം പീയസ് മാർപ്പാപ്പ ദൈവദാസിയായി പ്രഖ്യാപിച്ചു. അതിന് 3 വർഷത്തിന് ശേഷം ഈ മാർപ്പാപ്പ ഈ കുട്ടിയെ ഈ ദൈവദാസിയായി പ്രഖ്യാപിച്ച ആളെ, വാഴ്ത്തപ്പെട്ട ആളെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുകയും ചെയ്തു. വിശുദ്ധ മരിയ കൊറിയറ്റിയുടെ ജീവിത സന്ദേശം നമുക്ക് തരുന്നത് ഈ ലോകത്തിന്റെ സുഖദുഃഖങ്ങളിൽ കുടുങ്ങി സ്വർഗീയ സൗഭാഗ്യം നഷ്ടപ്പെടുത്തരുത് എന്നാണ്. നമുക്ക് വിശുദ്ധ മരിയ കൊറിയറ്റിയെ അനുകരിച്ച് അതേ പാതകൾ നമുക്ക് പിന്തുടരാൻ ശ്രമിക്കുക. ഈ അടുത്ത ദിവസം ആഗോള കത്തോലിക്ക സഭയുടെ മാർപ്പാപ്പയായി ചുമതലയേറ്റ ലിയോ 14 മാർപ്പാപ്പ തൻ്റെ സ്ഥാനാരോഹണ ചടങ്ങിന് ശേഷം സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ മട്ടുപ്പാവിൽ നിന്നുകൊണ്ട് ജനങ്ങളെല്ലാം അഭിസംബോധന ചെയ്തുകൊണ്ട് ആദ്യം പറഞ്ഞത്, നമുക്ക് ഇടയിൽ സംസാരിച്ച് കണ്ടുമുട്ടിയും ഒരു പാലം പണിയാം, അതിലൂടെ നമുക്ക് നല്ലൊരു സ്നേഹമുള്ളവരായി നമുക്ക് തീരാമെന്നാണ് അദ്ദേഹം ആദ്യം പറഞ്ഞത്. താങ്ക് യു റെനി ചേച്ചി. സെന്റ് മരിയ ഗുരുത്തി യൂണിറ്റിന്റെ കഴിഞ്ഞ 2 വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിക്കാൻ യൂണിറ്റിന്റെ പ്രിയപ്പെട്ട സെക്രട്ടറി ശ്രീമതി ഹനി ചെറിയാനെ ക്ഷണിച്ചുകൊള്ളുന്നു. നമുക്കും അതുപോലെ തന്നെ നമുക്ക് ഇതുപോലുള്ള കൂട്ടായ്മയും നമുക്ക് എല്ലാവർക്കും അറിയാം, ഇതുപോലുള്ള കൂട്ടായ്മകളാണ് നമ്മൾ ഇന്ന് എല്ലാവരും എല്ലാതൊരു കൂട്ടായ്മയിലും എല്ലാവരും ഇൻവോൾവഡ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, പണ്ട് ഏതൊരു പ്രോഡക്റ്റിന്റെ പരസ്യത്തിൽ കേട്ടതുപോലെ സ്റ്റേ കണക്റ്റഡ് എന്നായിരുന്നു അവരുടെ മോട്ടോ, അവരുടെ അർത്ഥവാക്യം. എന്ന് പറഞ്ഞ പോലെ നമ്മളും ഫെസ്റ്റിവലും നമ്മൾ സ്റ്റേ കണക്റ്റഡ് ആയിട്ട് ഇതുപോലെയുള്ള കൂട്ടായ്മകളിലൂടെ സ്റ്റേ കണക്റ്റഡ് ആയിട്ട് നിൽക്കാൻ ശ്രമിക്കാം. ഇതുപോലെയുള്ള കൂട്ടായ്മകൾ ഇന്നിൻ്റെ ആവശ്യങ്ങളാണെന്ന് കരുതി എല്ലാത്തിലും എല്ലാവരും പങ്കെടുത്ത് നിങ്ങൾക്ക് കഴിയാവുന്ന എല്ലാം ചെയ്യുക. ഇതുപോലുള്ള കൂട്ടായ്മകൾ ക്രിസ്തു തൻ്റെ സഭയെ സ്ഥാപിച്ചതും ഇതുപോലെയുള്ള ഒരു കൂട്ടായ്മയിലൂടെയായിരുന്നു. ഇന്നിവിടെ നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ 5 വർഷമായി നമ്മുടെ ഇടവകയെ ആത്മീയതയുടെ അങ്ങേ ഹയ്യസ്റ്റിലെത്തിച്ച, അങ്ങേ ഏറ്റവും ഉന്നതിയിലെത്തിച്ച ആളാണ് നമ്മുടെ വികാരിയച്ഛൻ. എല്ലാ കാര്യങ്ങളിലും ഇടവക ജനങ്ങളെയും ചേർത്ത് പിടിക്കുന്ന വികാരിയച്ഛൻ ഇനിയും അധികം കാലം നമ്മളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് ഞാൻ ആശിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ എബിനച്ഛൻ വികാരിയച്ഛനിൽ നിന്നും തെല്ലും വ്യത്യാസമില്ലാതെ എല്ലാ കാര്യങ്ങളിലും മറ്റുള്ള ഭക്ത സംഘടനകളുമായി സഹകരിച്ചിട്ട് വളരെ ഈ ചെറുപ്രായത്തിൽ തന്നെ നമ്മുടെ എബിനച്ഛൻ ഇതുപോലെ നല്ലൊരു വൈദികനാകാൻ കഴിഞ്ഞതിലും ഇനിയും അദ്ദേഹങ്ങൾക്ക് നല്ല ഉയരങ്ങൾ താണ്ടാൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. നമുക്കെല്ലാവരെയും നമ്മുടെ വൈസ് ചെയർമാൻ ശ്രീ സാജൻ ചക്കേത്ത് പള്ളിയുടെ കൂടെ നിന്നുണ്ട്. നമ്മുടെ പള്ളിയുടെ ഇടഭാഗങ്ങൾക്കും എല്ലാ കാര്യങ്ങൾക്കും അദ്ദേഹത്തിൻ്റെ ഒരുപാട് സ്വന്തമായിട്ടുള്ള മറ്റു കാര്യങ്ങളിൽ എല്ലാത്തിലും അദ്ദേഹം ബിസിയാണ്, എല്ലാവർക്കും അറിയാം. ഇതെല്ലാം ഇച്ചുകൊണ്ടാണ് പുള്ളിയെ എപ്പോഴും പള്ളിയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളിലും തോളോട് തോൾ നിന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളെയും ഏകോപിപ്പിക്കുന്ന ശ്രീ സാജൻ ചക്കേത്തിന് ഞങ്ങൾ എല്ലാവരുടെയും പേരിലൂടെ നന്ദി അറിയിക്കുന്നു. നമ്മുടെ CMC കോൺവെന്റിൽ അടുത്തിടെ സ്ഥാപിച്ച സിസ്റ്റർ ആൻസി മരിയ, കഴിഞ്ഞ മീറ്റിങ്ങിനിടയിൽ സിസ്റ്ററെ പരിചയപ്പെട്ടതും ആ സമയത്ത് ഞാൻ സിസ്റ്ററെ ക്ഷണിച്ചപ്പോൾ അപ്പോൾ തന്നെ എന്നോട് പറഞ്ഞു, ഞാൻ വരാൻ നിങ്ങളുടെ വാർഷികത്തിന് എന്തായാലും വന്നിരിക്കുന്നു. അവരുടെ സിസ്റ്ററിനെ ഞാൻ നന്ദിയോടെ ഓർക്കുന്നത്. മദറിനെ അത് സിസ്റ്റർ ആൻസി മരിയ ഒരു മദറുമല്ല, നല്ലൊരു റിട്ടയർഡ് അധ്യാപിക കൂടിയാണ്. എൻ്റെ 25 വർഷത്തെ സേവനത്തിന് ശേഷമാണ്, റിട്ടയർഡ് ആയതിനു ശേഷമാണ് നമ്മുടെ ഇടവകയിലേക്ക് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ ട്രസ്റ്റിമാരായ ശ്രീ വൈദ്യുൽ കലിയത്ത്, ശ്രീ ബെന്നി പൂച്ചേരി പള്ളിയുടെ കൂടെ നിന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളെയും ഓർമ്മിപ്പിച്ച് എല്ലാ കാര്യങ്ങളും നടത്തി തരുന്നത്. പ്രത്യേകമായി ഞാൻ ഓർക്കുകയാണ് ശ്രീ വൈദ്യുൽ കലിയത്ത് എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ സ്വന്തമായ ബിസിനസ്സും കുടുംബ പ്രശ്നങ്ങളും ഇതെല്ലാം വിട്ടുകൊണ്ടാണ് അദ്ദേഹം നമ്മുടെ പള്ളിക്ക് വേണ്ടി, നമ്മുടെ ഇടവക സമൂഹത്തിന് വേണ്ടിയും
കഠിന പ്രയത്നം ചെയ്യുന്നതെന്ന് നമുക്ക് എടുത്തു പറയേണ്ടതാണ്, ഈ അവസരത്തിൽ എടുത്തു പറയേണ്ടതാണ്. അദ്ദേഹത്തിനും എല്ലാ വിജയാശംസകളും, അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മണ്ഡലത്തിൽ എല്ലാ വിജയങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഇന്നിവിടെ നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ മറ്റ് യൂണിറ്റിൽ നിന്ന് എല്ലാ ഭാരവാഹികളെ, സ്നേഹം നിറഞ്ഞ ഞങ്ങളുടെ മര്യാദ കുടുംബാംഗങ്ങളെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നന്ദി സ്നേഹം അറിയിക്കുന്നു. എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. താങ്ക് യു ഗോപൻ ചേട്ടൻ. നമ്മുടെ ഈ കൂട്ടായ്മയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന ട്രസ്റ്റി ശ്രീ ബെന്നി പുതുശ്ശേരിയെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇരുട്ടിനുമേൽ വെളിച്ചത്തിന്റെ വിജയത്തെ സൂചിപ്പിക്കുന്ന വിളക്ക് തെളിയിക്കൽ ചടങ്ങിലേക്കും അനുഗ്രഹ സന്ദേശത്തിനുമായി പുത്തൻപള്ളിയുടെ വലിയയുടെ നമ്മുടെ സ്നേഹബഹുമാനപ്പെട്ട വികാർ വെരി റെവറൻഡ് ഫാദർ അലക്സ് കാട്ടയെഴുത്തച്ഛനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഈ വേദിയെ സമ്പന്നമാക്കുന്ന വിശിഷ്ട സാന്നിധ്യങ്ങളെ, മഴയുണ്ടായിട്ടും സാമാന്യം നല്ല അറ്റൻഡൻസോടുകൂടി ഈ വാർഷികത്തിലാണ് ഇരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, ഈ വീട്ടുകാരൻ്റെ ആശുപത്രിയിലാണ്. അതിൻ്റെ നടുവിലും നല്ല ഉത്തരവാദിത്വ ബോധത്തോടെ ഇവിടുത്തെ കുവാനയും മറ്റു കാര്യങ്ങളും ക്രമീകരിക്കുവാൻ അങ്ങേയറ്റം ശ്രദ്ധ കാണിച്ച യൂണിറ്റിലെ ഭാരവാഹികളെ, ഈ കുടുംബത്തിലെ അംഗങ്ങളെ, നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഒരു സയാനവും നല്ലൊരു വാർഷികത്തിൻ്റെ അനുഗ്രഹമൊക്കെ സ്നേഹപൂർവ്വം നേടുകയാണ്. നമ്മുടെ ഇടവകയിലെ 2000-ഓളം കുടുംബങ്ങൾ ഉണ്ടെന്ന് സ്വാഗതപ്രസംഗം പറഞ്ഞപ്പോൾ ഞാൻ ഒരു പഴയ കഥ ഓർത്തുപോയി. ഇടവകയിലെ അച്ഛൻ ഇപ്പം എന്ത് പറഞ്ഞാലും കൂട്ടി പറയുന്ന ഒരു സ്വഭാവമാണ്. എന്നെ പോലെയല്ല, അങ്ങനെ കൂട്ടി പറയും. അങ്ങനെ അതൊരു ടോക്ക് ഓഫ് തിട്ടമെന്ന് പറഞ്ഞ പോലെ നാട്ടിലൊരു സംസാരമായി. അച്ഛന് ആവശ്യമില്ലാതെ വണ്ടിച്ച് പൊലിപ്പിച്ച് ഇങ്ങനെ കൂട്ടി പറയും. അപ്പോൾ ഇത് അച്ഛൻ്റെ ചെവിയിലെത്തി. അപ്പോൾ അച്ഛൻ കപ്പേരെ വിളിച്ച് പറഞ്ഞു, താൻ ഇനി ഞാൻ പ്രസംഗം പറയുമ്പോൾ ഏറ്റവും മുൻപിൽ വന്ന് ഇരിക്കണം എൻ്റെ കൂട്ടത്തിൽ. ഞാൻ കൂട്ടി പറയുന്നതായിട്ട് ഞാൻ തോന്നുമ്പോഴൊക്കെ താൻ നിന്ന് ഷൂ എന്ന് വിളിക്കണം. അപ്പം ഞാൻ കുറച്ചോളാം. അങ്ങനെ അച്ഛൻ പറഞ്ഞു, കഴിഞ്ഞ ദിവസം ഞാൻ എവിടെയും പോയി വന്നപ്പോൾ ഈ പള്ളിപ്പറമ്പിൽ 10,000 പശു ഉണ്ടായിരുന്നു. പശുവിനെ അഴിച്ചുവിടിൽ നിന്നാണ് നിയോഗം സന്ദേശം. അപ്പോൾ കപ്പേരിച്ചു എന്ന് വെച്ചു. അവ പറഞ്ഞു, 10,000 ഞാൻ പറഞ്ഞത് ഒരു 5,000 പശു ഉണ്ടായിരുന്നു. കപ്പേര് പിന്നെയും ഷൂ എന്ന് വെച്ചു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, 5,000 പോട്ടെ, 500 പശു ഉണ്ടായിരുന്നു. കപ്പേര് പിന്നെയും ഷൂ എന്ന് വെച്ചു. പോട്ടെ, എല്ലാം കൂടെ കൂട്ടി 100 പശു ഉണ്ടായിരുന്നു. കപ്പേര് പിന്നെയും ഷൂ എന്ന് വെച്ചു. അവസാനം അച്ഛനത് കുറച്ച് 25 പശുവാണ്. അപ്പോഴും ഷൂ ഇടണില്ല. അവസാനം അച്ഛൻ പറഞ്ഞു, 10 പശു ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോഴും കപ്പേര് ഷൂ. അപ്പൊ അച്ഛൻ പറഞ്ഞു ഇനി താൻ എത്ര ഷൂ വെച്ചാലും ഞാൻ കുറയ്ക്കാൻ പോകണം, കാരണം 10 ഉണ്ടായിരുന്നു. അപ്പൊ കപ്പേര് തെറ്റി പറഞ്ഞു, 3 പശുവേ ഉണ്ടായിരുന്നു. അപ്പൊ ഈ 10,000 3 ചുരുങ്ങി എന്ന് പറഞ്ഞ പോലെ കേട്ടപ്പോൾ ഞാൻ അടുത്തിരുന്ന് കഴിക്കാൻ സാധ്യത ചോദിച്ചു. നമ്മുടെ യഥാർത്ഥത്തിൽ നമ്മുടെ എത്ര കുടുംബങ്ങളുണ്ട്? അപ്പോൾ അദ്ദേഹം പറഞ്ഞത് 1,500 1,300 കാണുമായിരിക്കും. അപ്പോൾ കുറച്ചുകൂടി ആധികാരികമായിട്ട് പറയണ ബൈജിനോട് ഞാൻ ചോദിച്ചു. പറഞ്ഞു, ഒരു 1000 എന്ന് പറഞ്ഞു. ആ ഇനം മുഴുവൻ അങ്ങോട്ട് ആയില്ല. വന്ന അവസാനം ഞാൻ കഴിഞ്ഞ ദിവസം രജിസ്റ്റർ പരിശോധിച്ചായിരുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ രജിസ്റ്ററിൽ 900 കുടുംബങ്ങളേ ഉള്ളൂ. കുറച്ച് ഫ്ലോട്ടിംഗ് ഉണ്ട്, വന്നും പോയും നിൽക്കുന്ന കുടുംബങ്ങളാണ്. അപ്പോൾ എങ്കിലും ഞാനിത് വെറുതെ പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾ ആര് ചോദിച്ചാലും 1,500 കുടുംബങ്ങളാണ് നമുക്കിവിടെ ഉള്ളതെന്ന് പറഞ്ഞ് മേനി നടിക്കുന്നതിൽ ഒരമാന്തം പറ്റരുതെന്ന് സ്നേഹപൂർവ്വം എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്. കാരണം ആ നിലയിലാണ് നമ്മൾ അറിയപ്പെടുന്നത്. അപ്പോൾ ഈ പടവൂർ ഫൊറോനായിലെ ഏറ്റവും വലിയ ഇടവക ഇതാണെന്നൊരു ഖ്യാതി
അർഹിക്കുന്നതാണെങ്കിലും നമുക്കുണ്ട്. അത് കളഞ്ഞു വിളിക്കാതിരിക്കാൻ എല്ലാവരും സഹകരിക്കുക. ഒരു ചെറിയ സന്ദേശം പറയാനായിട്ട് ഞാൻ കുർബാനയ്ക്കൊക്കെ പറഞ്ഞ് കൊളാക്കിയതാണ്. എന്നാൽ പോയിട്ട് ഒരു സന്ദേശം പറയാനായിട്ട് പീറ്ററും ജോസും ചേട്ടനെയും പറയാം. അപ്പുറമേക്ക് മരിച്ചു. പീറ്റർ വളരെ മൂത്താണ്, ജോസ് വളരെ ഇളയതാണ്. മരിക്കാൻ നേരത്ത് പീറ്ററിൻ്റെ കൈ പിടിച്ച് അപ്പം പറഞ്ഞു വിടാൻ നിന്നെ ഞാൻ ജോസിനെ ഏൽപ്പിക്കാം, അവൻ കൊച്ചാണ്, അപ്പനില്ല അമ്മയില്ല, ഇനി നീ വേണം അവൻ അപ്പനും അമ്മയും. അങ്ങനെ പീറ്ററുടെ കാര്യമായിട്ട് ജോസിനെ നോക്കി. എങ്കിലും ജോസ് ഉഴപ്പി കൊച്ചുഴപ്പിൽ നിന്ന് വലിയ ഉഴപ്പിലേക്ക് നീങ്ങി. അങ്ങനെ കാലം ചെല്ലുന്തോറും ജോസ് ഒരു തകർപ്പൻ ഉഴപ്പനായിട്ട് മാറി. അവസാനം ഒരു കൈപ്പിഴയിലോട്ട് കൊലപാതകം ചെയ്തു. മീൻവൈൽ ഈ പീറ്റർ വളർന്ന് മുനിസിപ്പായി, ഡിസ്ട്രിക്ട് ജഡ്ജിയായി, സബ് ജഡ്ജിയായി, അവസാനം ഹൈക്കോടതി ജഡ്ജി പോയി. ഹൈക്കോടതി ജഡ്ജി ആയിരിക്കുന്ന ചേട്ടൻ്റെ അടുത്തേക്കാണ് ഈ കൊലപാതക കുറ്റത്തിന് അനിയനെ കൊണ്ടുവരുന്നത്. കാത്തോണം നോക്കിക്കോണം എന്ന് പറഞ്ഞ് അപ്പം ഏൽപ്പിച്ച ജീവനാണ്. അതിൻ്റെ ഇപ്പം തൻ്റെ നാവ് കൊണ്ട് തന്നെ കൊല്ലാൻ പോവാം. സാഹചര്യ തെളിവുകളും നേരിട്ടുള്ള തെളിവുകളൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോൾ എസ്കേപ്പ്, കുറ്റം സംശാതീതമായിട്ട് പ്രൂവ് ചെയ്യപ്പെട്ടു. നിങ്ങൾക്ക് രണ്ടുതരം കുറ്റമുണ്ട്, സിവിൽ കുറ്റമുണ്ട്, ക്രിമിനൽ കുറ്റമുണ്ട്. സിവിൽ കുറ്റത്തിന് ചെയ്തു എന്ന് തോന്നിയാൽ മതി, ക്രിമിനൽ കുറ്റത്തിന് ചെയ്തു എന്ന് ഉറപ്പാക്കണം. കാരണം 1000 കുറ്റവാളി രക്ഷപ്പെട്ടാലും നിരപരാധി ശിക്ഷിക്കപ്പെടുക പറയുന്നതാണ്. സംശാതീതമായി പ്രൂവ് ചെയ്താൽ മാത്രമേ ഒരു ക്രിമിനൽ കുറ്റത്തിന് ഒരാളെ ശിക്ഷിക്കാവൂ. ഊഹം വെച്ച് പാടില്ല. ഇത് സംശാതീതമായി തെളിഞ്ഞു. ഈ പിറ്റേ ദിവസം വിധി പ്രസ്താവിക്കേണ്ട ദിവസമാണ്. കാര്യങ്ങളൊക്കെ ജഡ്ജി പറഞ്ഞു. അത് കഴിഞ്ഞ് പറഞ്ഞു, എൻ്റെ ഇപ്പോൾ മുൻപിൽ നിൽക്കുന്ന ഈ പ്രതി സംശാതീതമായി കുറ്റക്കാരനാണ് വിധിക്കുക. IPC പ്രകാരം അദ്ദേഹത്തിന് നൽകേണ്ട സാധാരണ പരമാവധി ശിക്ഷ പോകാതെ തന്നെ കൊടുക്കേണ്ടത് വധശിക്ഷയാണ്. അതുകൊണ്ട് ഞാൻ ഇയാളെ ജോസിനെ വധശിക്ഷയ്ക്ക് വിധിക്കുന്നു. അതുകൊണ്ട് ഈ മൊത്തം പിരിമുറുക്കമായി. ആദ്യം ഞാൻ വിചാരിച്ചിരുന്നത് ചേട്ടനല്ലേ എന്തെങ്കിലും കണ്ണുമാട്ടം കാണിച്ച് എന്നെ രക്ഷിക്കുന്നതൊക്കെയാണ്. ഈ ശിക്ഷ നടപ്പാക്കുന്നതിൻ്റെ തലേ ദിവസം അമേരിക്കയിലെ സ്റ്റേറ്റിൽ നടന്നതെന്നാണ് ഞാൻ വായിച്ച പുസ്തകത്തിൽ പറഞ്ഞത്. ഞാൻ അവിടെ പോയി പരിശോധിച്ചിട്ടൊന്നുമില്ല. തലേ ദിവസം രാത്രിയിൽ ഈ ജ്യേഷ്ഠന്മാർക്ക് പ്രത്യേകത ഉണ്ടായിരുന്നു. ഐഡൻറ്റിക്കൽ ട്വിൻസാണ്. രണ്ടും കണ്ടാൽ ഒരുപോലെ ഇരിക്കും, മറുക പോലെ ഒരുപോലെയാണ്. അമ്മയ്ക്ക് പോലും തെറ്റിപ്പോകും. അപ്പോൾ ചേട്ടൻ ചെയ്ത കുറ്റത്തിന് അതിനെ ശിക്ഷിക്കുകയും അനിയൻ ചെയ്ത കുറ്റം ചേട്ടനെ ശിക്ഷിക്കുകയും പതിവായിരുന്നു വരും. കാരണം അത്രയും ഐഡൻറ്റിക്കൽ ട്വിൻസാണ്. അന്ന് രാത്രിയിൽ എനിക്ക് നാളെ വധിക്കപ്പെടാൻ പോകുന്ന കുറ്റവാളിയോട് സംസാരിക്കണമെന്ന് പറഞ്ഞു. ജഡ്ജി ആയതുകൊണ്ട് അനുവാദം മേടിച്ച് അദ്ദേഹം ജയിലറയിച്ചു. കണ്ട വഴി അനിയൻ തെറിയും ചീത്തയൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ ചേട്ടൻ പറഞ്ഞു, ചേട്ടാ ഞാൻ നിന്നെ രക്ഷിക്കാൻ വന്നാണ്. നീ ധരിച്ചിരിക്കുന്ന ഈ കുറ്റവാളിയുടെ ജയിൽപ്പുള്ളിയുടെ വസ്ത്രം എനിക്ക് തരിക, ഞാൻ ധരിച്ചിരിക്കുന്ന ജഡ്ജിയുടെ വസ്ത്രം നിനക്ക് തരാം. നീ എന്നിട്ട് ജഡ്ജിയായിട്ട് ഇന്ന് ഇവിടെ നിന്ന് ഇറങ്ങി പോവുക, നാളെ ഞാൻ കടലിൽ കയറിക്കോളാം. അങ്ങനെ ഇയാൾ വീട്ടിൽ ചെന്നു. അപ്പോൾ അവിടെ ഒരു എഴുതി വെച്ചിട്ടുണ്ട്, നിനക്ക് വേണ്ടി മരിക്കുന്നതിൽ സന്തോഷമേ ഉള്ളൂ, ഒറ്റ പ്രാർത്ഥനയേ ഉള്ളൂ, ഇനി തെറ്റുകൾ ചെയ്യരുത്. ഇത് കഥയാണോ സംഭവമാണോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അതിൻ്റെ കേസ് ഹിസ്റ്ററിയൊക്കെ നോക്കിയപ്പോൾ ഇത്രാം ആണ്ടിൽ ഇന്ന കോടതിയിൽ വിധിച്ചു എന്നൊക്കെ കിട്ടിയിട്ടുണ്ട്. ദൈവത്തിറിയ എന്തുവാട്ടെ, വി ക്യാൻ ഗോ ടു ദാറ്റ് എക്സ്റ്റെൻറ്റ്. ജീവൻ കൊടുക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന് ഈശോ പറഞ്ഞത് അതുകൊണ്ടാണ്. അതിനപ്പുറമൊന്നും കൊടുക്കാനില്ല. കണ്ണ് കൊടുക്കാം, മൂക്ക് കൊടുക്കാം, കിഡ്നി കൊടുക്കാം, ഹൃദയം കൊടുക്കാം, വാല് കൊടുക്കാം, കൈ കൊടുക്കാം, കാല് കൊടുക്കാം, എന്ത് കൊടുക്കാം. ജീവൻ പോലും കൊടുക്കുന്നതോളം എത്തുന്ന സ്നേഹമാണ് ഏറ്റവും വലിയ സ്നേഹം. കുരിശിനെ നമ്മൾ വണങ്ങുന്നത് അതുകൊണ്ടാണ്. മരിയ കുര്യത്തി യൂണിറ്റ് എനിക്കുള്ള ഇഷ്ടപ്പെട്ട 19-14 വയസ്സുള്ള പെൺകുട്ടി തൻ്റെ ചാരിത്രത്തെ ജീവിത വിശുദ്ധി ജീവനേക്കാൾ പ്രണയിച്ചതുകൊണ്ട് അത് നഷ്ടപ്പെടുത്താൻ കൂട്ടാക്കാതിരുന്ന ആളാണ്. ജീവൻ പോലും നഷ്ടപ്പെടുത്തി തൻ്റെ ആത്മാവിൻ്റെ നന്മകൾ കത്തൊരാളാണ്. നമുക്കൊരു പ്രേരണയും പ്രയോജനമാണ്. മനോഹരമായിട്ട് ഈ യൂണിയത്തിൻ്റെ വാർഷികം സംഘടിപ്പിക്കപ്പെട്ട ഇതിൻ്റെ ഭാരവാഹികൾക്ക് എൻ്റെ അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ടും ഇതിനായി വാതിൽ തുറന്നു തന്ന ഈ വീട്ടുകാർക്ക് നന്ദി അറിയിച്ചുകൊണ്ടും ദൈവത്തിൻ്റെ കൃപയും മരിയ കുര്യത്തി പുണ്യവതിയുടെ വലിയ
അനുഗ്രഹങ്ങളും ആശീർവാദവും ഏവർക്കും പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിക്കും. Thank you, Father Alex. താങ്ക് യു വികാരിയച്ച, വിശിഷ്ട അതിഥികളെ. വികാരി അച്ഛനോടൊപ്പം നിന്നുകൊണ്ട് നിസ്വാർത്ഥമായി സേവനം ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ട അസിസ്റ്റന്റ് വികാർ റെവറൻഡ് ഫാദർ എബിൻ ഹിംശ്വരി അച്ഛനെ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിനായി ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട വികാരിച്ച, യൂണിറ്റിൻ്റെ ഈ കാര്യപരിപാടികളുടെയും കലാപരിപാടികളുടെയും അധ്യക്ഷൻ മോഹൻചേട്ടൻ, വൈസ് ചെയർമാൻ സാൻചേട്ടൻ, കൈക്കാരന്മാർ വൈശ്ചേട്ടനും ബെഞ്ചേട്ടനും, മദർ സുപ്രിയ CMC കോൺവെന്റ്, ആൻസി മരിയ, നമ്മുടെ സദനിലെ പ്രിൻസി സിസ്റ്റർ, പ്രിയപ്പെട്ട യൂണിറ്റ് അംഗങ്ങളെ, ഭാരവാഹികളെ, മറ്റു യൂണിറ്റിൽ വന്നിട്ടുള്ള പ്രിയപ്പെട്ട ഭാരവാഹികളെ, പ്രിയപ്പെട്ടവരെ, മെരിയവയത്തി യൂണിറ്റ് അതിൻ്റെ വാർഷിക ആഘോഷങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ സ്നേഹം നിറഞ്ഞ മനസ്സോടെ എല്ലാവിധ ആശംസകളും നിരയുകയാണ്. സന്തോഷവും സ്നേഹം നിറഞ്ഞു നിൽക്കുന്ന കുടുംബങ്ങൾ ഉണ്ടാകണമെന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം. ഒരു വഴക്ക് ഉണ്ടാകണമെന്ന് ഒരു കുടുംബത്തിൽ നമ്മൾ ആഗ്രഹിക്കാറില്ല. ഒരു പിണക്കം ഉണ്ടാകണമെന്ന് നമ്മൾ ഒരു കുടുംബത്തിലും ആഗ്രഹിക്കാറില്ല. ഒരു തിന്മ എൻ്റെ ജീവിതത്തിൽ നടക്കണമെന്ന് ഒരു കുടുംബത്തിലും ആഗ്രഹിക്കാറില്ല. അറിയാതെ ചെയ്തു പോകുന്ന ചില പിണക്കങ്ങളും അറിയാതെ പറഞ്ഞു പോകുന്ന ചില തെറ്റുകളും കുറ്റങ്ങളും ഒക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറുള്ളൂ എന്നുള്ളത് വാസ്തവമാണ്. അതിന് നടന്നുകൊണ്ടിരിക്കും. നമ്മൾ വിശുദ്ധരുടെ പദവിയിലേക്ക് എത്തപ്പെടേണ്ടവരാണ് എന്നുള്ള ചിന്തയോട് കൂടെ തന്നെ മരിയവരത്തി അങ്ങനെ ഒരു വിശുദ്ധിയാണ്. ചെറുപ്പത്തിലെ തന്നെ ഈ സൂചിപ്പിച്ച് തന്നെ 13-14 വയസ്സിൻ്റെ തന്നെ വിശുദ്ധിയായിട്ട് പറയാം. ഇത്രമാത്രം താല്പര്യം തൻ്റെ ഈ ജീവിതത്തോടുണ്ടായിരുന്നു എന്നുള്ളതാണ്, തൻ്റെ ജീവിതത്തിൻ്റെ വിശുദ്ധിയോടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് ആ വിശുദ്ധിയുടെ മാതൃക എല്ലാവർക്കും അംഗീകരിക്കാൻ പറ്റുന്ന ഒന്നല്ല. തന്നെ തൻ്റെ വിശുദ്ധി നഷ്ടപ്പെടുത്താൻ വരുന്ന വ്യക്തിയെ അതിൻ്റേതായിട്ടുള്ള മാന്യതയോടുകൂടെ പരിഗണിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു വിശുദ്ധ, നല്ലൊരു വിശുദ്ധിയാണ്. നമുക്ക് മാതൃകയാക്കാൻ പറ്റുമോ എന്നറിയാനുള്ള ഈ കാലഘട്ടത്തിൽ എങ്കിലും മാതൃകാപരമായിട്ടുള്ള ജീവിതം നയിക്കാൻ ഈ വിശുദ്ധ നമ്മളെ സഹായിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കാം. കേട്ടൊരു കഥയായിരിക്കും, കഥകൾ ഇഷ്ടമായതുകൊണ്ട് പറയണം. ഒരിക്കലൊരു രാജാവ്, എപ്പോഴും പറയുന്ന കഥകളാണ് രാജാവിൻ്റെയും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മന്ത്രിയുടെയോ വ്യക്തികളുടെയോ ഒക്കെ കഥകൾ. പണ്ട് കാലം മുതലേ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കഥയാണ്. ഒരു രാജാവുണ്ടായിരുന്നു, കാട്ടിൽ രാജാവുണ്ടായിരുന്നു. എപ്പോഴും ഒരു രാജാവിനെ പറ്റിയുള്ള കഥകളാണ് പലപ്പോഴും കേൾക്കാറ്. അപ്പം അതുകൊണ്ടും പതിവിൽ നിന്ന് വ്യത്യസ്തമായിട്ടല്ല, പതിവിനോട് ചേർന്ന് നിന്നുകൊണ്ട് പറയാൻ ആഗ്രഹിക്കാം. ഒരു രാജാവ് ചെയ്യാത്ത കുറ്റത്തിന് ഒരു വ്യക്തിയെ ഇങ്ങനെ തടങ്കലിലിടണം. അയാൾ അതിക്രൂരമായിട്ട് കൊല്ലപ്പെടണമെന്ന് ആഗ്രഹം ഉണ്ടാകുന്നില്ല. എങ്കിൽ തന്നെയും തണുപ്പുള്ള രാജ്യമാണ്. ആ രാജ്യത്തിൽ ഈ കൊട്ടാരത്തിൻ്റെ തൊട്ട് മുമ്പിൽ കാണുന്ന കുളത്തിൽ കൈകൾ ബന്ധിച്ച് കാലുകൾ ബന്ധിച്ച് ആ കുളത്തിൽ ഇട്ടേക്കണം. പിറ്റേ ദിവസം എഴുന്നേൽക്കുമ്പോൾ കൊല്ലപ്പെടണം, മരണം ഉണ്ടാകണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് തണുപ്പുള്ള രാജ്യത്തിൽ അതിതീവ്രമായ തണുപ്പാണ്. അപ്പോൾ വെള്ളത്തിന് എത്രമാത്രം തണുപ്പുണ്ടാകുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. അപ്പം അങ്ങനെ ഐസിനിടയിൽ കിടക്കണം. പിറ്റേ ദിവസം മരണം ഉറപ്പാണ്. പക്ഷേ പിറ്റേ ദിവസം ഇങ്ങനെ
രാജാവ് ഈ ഭടന്മാർ ചെന്ന് നോക്കാൻ നേരത്ത് ഈ വ്യക്തി മരിച്ചിട്ടില്ല. ഈ വ്യക്തിയെ ഭടന്മാരോട് പറഞ്ഞു, എൻ്റെ പുറയിലേക്ക് കൊണ്ടുവരാൻ പറഞ്ഞു രാജാവ്. കൊണ്ടുവന്നു. ഈ വ്യക്തിയോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് താങ്കൾ ഈ ഒരു ദിവസം മുഴുവൻ, ഈ ഒരു രാത്രി മുഴുവൻ അവിടെ കിടന്നിട്ട് പോലും മരിക്കാതിരുന്നത്? സാധാരണതയിൽ ഇത്രയും കൊടും തണുപ്പിൽ ആ വെള്ളത്തിൽ ഐസ് കട്ടയുടെ നടുക്ക് കിടക്കാൻ നേരത്ത് ആരെങ്കിലും മരവിച്ച് തണുത്തു മരിച്ചു പോകും. താങ്കൾ എന്തുകൊണ്ടാണ് അങ്ങനെ മരണപ്പെടാതിരുന്നത്? അപ്പൊ ആ വ്യക്തി പറയുന്ന മനോഹരമായിട്ടൊരു ഉത്തരമുണ്ട്. അത് പ്രകാരമാണ്, ഈ കൊട്ടാരത്തിന്റെ മുകളിൽ ഒരു വാതിലുണ്ടായിരുന്നു. ആ വാതിൽ തുറന്നിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു വിളക്ക് നിന്ന് കത്തുന്നുണ്ടായിരുന്നു. ആ വിളക്കിന്റെ പ്രകാശം, ആ വിളക്കിന്റെ ചൂട് എൻ്റെ ഹൃദയത്തെ തൊടുന്നുണ്ടായിരുന്നു. എൻ്റെ ജീവിതത്തിൻ്റെ നെരിപ്പോടുകൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. ഞാൻ ഒരുപാട് കഠിനാധ്വാനം ചെയ്ത് ജീവിച്ച ഒരു വ്യക്തിയാണ്. എൻ്റെ ഭാര്യയെ എനിക്കറിയാം, എൻ്റെ മക്കളെ എനിക്കറിയാം. അവരുടെയൊക്കെ ജീവിത യാഥാർത്ഥ്യങ്ങൾ എനിക്ക് തിരിച്ചറിയാമായിരുന്നു. ഞാൻ വിളക്ക് നിന്ന് കത്തുമ്പോൾ എൻ്റെ ജീവിതത്തെയും ആ വിളക്കിൻ്റെ ചൂടിനെയും തമ്മിൽ ഒന്ന് താരതമ്യപ്പെടുത്തി നോക്കുകയാണ്. അവിടെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യം, ഇതേ ചൂടിൽ, ഇതേ തണുപ്പിൽ അനേകായിരങ്ങൾ കിടക്കുന്നത്. അവിടെ കഥ അവസാനിക്കാം. പ്രിയമുള്ളവരെ, കുത്തഴിഞ്ഞ ഒരു ഡിക്ഷണറിയിൽ നിന്ന് ഒരു വാക്ക് തിരഞ്ഞെടുക്കാൻ പറഞ്ഞാൽ എല്ലാവരും തിരഞ്ഞെടുക്കുന്ന ഒരു വാക്യം അത് പ്രതീക്ഷ എന്നതാണ്. അപ്പം അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എത്ര ബുദ്ധിമുട്ടേറിയ ഘട്ടങ്ങളിൽ പോലും, എത്ര വിഷമങ്ങൾ ഉള്ള ഒരു പ്രശ്നങ്ങളിലൂടെ നമ്മൾ കടന്നുപോയാൽ പോലും, എത്ര പ്രതിസന്ധികൾ നിറഞ്ഞ കാലഘട്ടങ്ങളിലൂടെ നമ്മൾ കടന്നുപോയാൽ പോലും നമുക്ക് വേണ്ടതൊരു പ്രതീക്ഷയുള്ളവരായിട്ട് മാറാൻ പരിശ്രമിക്കുക എന്നുള്ളതാണ് ചിന്ത. ഈ വീട്ടിലെ അപ്പൻ ഹോസ്പിറ്റലാണ്. തിരിച്ചു വരാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയോടെയാണ്. അസുഖം മാറും, പഴയ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പറ്റുമെന്നുള്ള ചിന്തയാണ്. നമ്മുടെ ജീവിതത്തിലും ഇതേപോലെ പ്രതീക്ഷ നഷ്ടപ്പെട്ട ചില അവസരങ്ങളിൽ പ്രതീക്ഷ ഉള്ളവരായിട്ട് മാറാനുള്ള ഒരു ആഹ്വാനം ഈശോ നൽകുന്നു. അത് പല കാര്യങ്ങളിലും പ്രതീക്ഷയുള്ളവരായിട്ട് മാറാം. നമ്മുടെ കുടുംബജീവിതത്തിലും ചില ഇണക്കങ്ങളും ചില പിണക്കങ്ങളും ചില ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ തിരിച്ചു വരാം, പ്രതീക്ഷ നഷ്ടപ്പെടാതെ. അങ്ങനെയുള്ള കുടുംബങ്ങളെ കൂടുതൽ ചേർത്ത് നിർത്തുന്നവരായിട്ട് മാറാം. നമ്മുടെ കുടുംബ കൂട്ടായ്മകൾ അതിന് സഹായകമായിട്ട് മാറണം. പ്രതീക്ഷ അറ്റുപോകാതെ പ്രതീക്ഷ കൊടുക്കുന്ന കുടുംബ യൂണിറ്റുകളായിട്ട് മാറുമ്പോൾ അതിനനുസരിച്ച് നമ്മുടെ കുടുംബ യൂണിറ്റുകൾ വളരെ കൂടുതൽ മനോഹരമാകും. പൂത്തുലയും ഫലങ്ങൾ ചൂടുന്ന നല്ല വൃക്ഷങ്ങളായിട്ട് മാറും. അതിന് ഈ മലയോരത്തി കുടുംബ യൂണിറ്റിലെ ദൈവം സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്. കാര്യപരിപാടികൾക്കും കലാപരിപാടികൾക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. ചടങ്ങാണ്. നമുക്കറിയാം, ഇന്നത്തെ കാലഘട്ടത്തിലെ കുടുംബജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ചിലപ്പോൾ കല്യാണം കഴിഞ്ഞ് 1 മാസം 2 മാസം അല്ലെങ്കിൽ 1 വർഷം 2 വർഷത്തിനുള്ളിലൊക്കെ ഡൈവോഴ്സും പ്രശ്നങ്ങളൊക്കെ ആയിട്ടുള്ള ഒരുപാട് ഫാമിലികൾ നമുക്കറിയാം. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലെ 53 വർഷം ഒരുമിച്ച് കുടുംബജീവിതം നയിക്കുന്ന 2 മഹത് വ്യക്തിത്വങ്ങളെ, ഒരു കുടുംബത്തെ നമ്മളിന്ന് ആദരിക്കുകയാണ്. അത് ശ്രീ പാപ്പച്ചൻ വിധേയത്തിലും ശ്രീമതി റോസി പാപ്പച്ചനുമാണ്. ശ്രീ പാപ്പച്ചൻ വിധേയത്തിൽ വളരെയധികം വർഷങ്ങൾ ഇന്ത്യൻ നാവികസേനയിൽ ജോലി ചെയ്ത് 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിലെ ഗാലൻട്രി അവാർഡ് ജേതാവുമാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതേപോലെ ശ്രീമതി റോസി പാപ്പച്ചൻ 26 വർഷം നമ്മുടെ പുത്തമ്പള്ളി സെൻറ്റ് ജോർജ് സ്കൂളിലെ അധ്യാപികയായി സേവനം ചെയ്യുകയും വളരെയേറെ വർഷങ്ങൾ മതാധ്യാപികയായി സേവനം ചെയ്യുകയും ചെയ്തതാണ്. ആദരപൂർവ്വം ശ്രീ പാപ്പച്ചൻ വിധേയത്തിനെയും ശ്രീമതി റോസി പാപ്പച്ചനെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഇവരെ ആദരിക്കുന്നതിന് സ്നേഹബഹുമാനപ്പെട്ട വികാരി അലക്സ് കാട്ടയെഴുത്തച്ഛനെയും ക്ഷണിക്കുന്നു. ഈ ദമ്പതികളെ ഇത്രയും കാലം സ്നേഹത്തോടെ സൗഹൃദത്തോടെ ഐക്യത്തോടെ മുന്നോട്ട് പോയതിന് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട്
ഷാള് ധരിപ്പിച്ച് നമ്മുടെ സ്നേഹവും നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ വലിയ അപ്രീസിയേഷനും കൂടെ ഇനിയൊരായും കൊണ്ട് ജീവിക്കുന്നതെന്ന് പ്രാർത്ഥിക്കുന്നു. നേരത്തെ അച്ഛൻ പ്രസംഗത്തിൽ സൂചിപ്പിച്ച പോലെ പല ടൈപ്പ് ദാനങ്ങളുണ്ട്. വൃക്കദാനം, അവയവദാനങ്ങൾ, നേത്രദാനം, അങ്ങനെ ഒരുപാട് ദാന പുണ്യകർമ്മങ്ങൾ നമ്മൾ ലോകത്തുടനീളം കാണുന്നുണ്ട്. പിന്നെ അത് സുലഭമാണ്. ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുപാട് ടൈപ്പിലെ അവയവദാനത്തെക്കുറിച്ച് നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷേ ഈ അവയവദാനം എന്നത് ഇത്രയും വലിയൊരു സംഭവം അല്ലാതിരുന്നൊരു കാലഘട്ടത്തിൽ 30 വർഷത്തോളം മുമ്പ് അവയവ ബോധവൽക്കരണം ഒട്ടുമില്ലാതിരുന്നൊരു കാലഘട്ടത്തിൽ അവയവദാനത്തിൻ്റെ മഹത് സന്ദേശവുമായി സ്വന്തം സഹോദരനെ വൃക്ക പകർത്തു നൽകി മാതൃകയായ ശ്രീ ജോസ് കളത്തിപ്പറമ്പിലാണ്. അദ്ദേഹത്തെ ആദരിക്കുന്നതിന് നമ്മുടെ വികാരി അച്ഛനെയും ആദരവ് ഏറ്റുവാങ്ങുന്നതിനെ ശ്രീ ജോസേട്ടനെയും ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട രക്ഷിച്ച എബിനേജൻ, മദർ, എൻ്റെ ഗൾഫിലെ സുഹൃത്തും നിങ്ങളുടെ പ്രസിഡന്റുമായ ബോബൻ, കൈകാരൻ ബെന്നി, ബൈജു, പുറകിലൊരു സിസ്റ്റർ, ഇപ്പോഴത്തെ സിസ്റ്റർ റിൻസി, ഈ യൂണിറ്റിലെ നല്ലവരായ യൂണിറ്റ് അംഗങ്ങളെ, ഇന്നത്തെ ഈ ക്ഷണം സ്വീകരിച്ചു കൊടുത്തിരിക്കുന്ന മറ്റ് യൂണിറ്റിലുള്ള ഭാരവാഹികളെ, ഇന്നത്തെ ഈ ഗൃഹനാഥൻ്റെ ക്ഷണം സ്വീകരിച്ച് എത്തിയിരിക്കുന്ന അവരുടെ ബന്ധുമിത്രാദികളെ, സുഹൃത്തുക്കളെ, ഈ ശേഷം പറഞ്ഞ കഥയിൽ ചെറിയൊരു ഇതുണ്ട്. ഞാനാണ് കഥ പറഞ്ഞു കൊടുത്തത്, പക്ഷെ അച്ഛൻ പറയാൻ പറ്റിയില്ല. അത് കപ്പ്യാര് ചോദിച്ചൊന്നല്ല കാണിക്കണത്. കപ്പ്യാര് ഇങ്ങനെ അച്ഛൻ എക്സസൈസ് ചെയ്ത് കപ്പ്യാര്, അപ്പൊ അച്ഛനോട് ഞാൻ പറഞ്ഞു അച്ഛന് വിസിൽ അടിക്കാനല്ല ഞാൻ പാടാം. ഞാൻ പറഞ്ഞ അച്ഛൻ അങ്ങനെയല്ലല്ലോ, അത് എനിക്കതറിയാൻ പാടാന്ന് പറയും. അതാണ് സംഭവം. മറ്റൊന്ന് അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ 1000 വർഷം ജീവിച്ചിരിക്കുന്ന പാപ്പച്ചനോട് പറഞ്ഞത്. റോസ് ടീച്ചറും അവന്മാർ പോയി 56 വർഷത്തെ കാര്യം ഞാൻ ആലോചിച്ചിട്ട്. മറ്റത് അച്ഛൻ പറഞ്ഞ 1500 ഞാൻ പറഞ്ഞില്ലട്ടാ. അപ്പൊ ഞാനവിടെ ഇരുന്നു, പക്ഷെ അച്ഛൻ കേട്ടില്ലത്. ഏതായാലും നമുക്കൊരു 1100 അച്ഛൻ കുറയ്ക്കല്ല അച്ഛാ. അപ്പൊ ഏതായാലും ഇന്നത്തെ ഈ പരിപാടി വിളിച്ചപ്പോ ഞാനിവിടെ നിർത്തുന്ന മദർ എന്നോട് ചോദിച്ചു പാടുണ്ടാന്ന് ചോദിച്ചു. അപ്പൊ എനിക്ക് പറഞ്ഞു ഹണി റിപ്പോർട്ടും പറഞ്ഞു, പക്ഷെ ഞാൻ കേട്ടില്ല. കഴിഞ്ഞ വർഷത്തിൽ ഞാൻ പാടിയെന്ന് പറഞ്ഞു അല്ലേ. ഞാൻ പാടാന്ന് പറഞ്ഞപ്പോൾ തന്നെ മഴ മാറിയിട്ടുണ്ട്. അപ്പൊ റിൻസി സിസ്റ്റർ പറഞ്ഞു ചേട്ടൻ പാടണ്ട, എന്നോട് കൊള്ളാണ്ടിന്ന് മദർ പാടാൻ പറഞ്ഞു വിട്ടേക്കനാണ്. അപ്പൊ ഞാൻ പാടിക്കോളാന്ന് പറഞ്ഞു. എന്ത് ചെയ്യണം? ഞാൻ വിചാരിച്ചില്ല ഒരു പാട്ട് പാടാം. അല്ലിയാമ്പൽ കടവിലും നരയ്ക്കു വെള്ളം അന്ന് നമ്മളൊന്നായി തുടങ്ങിയേതും പൂവെള്ളം നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കും വെള്ളം നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കും വെള്ളം താമരപ്പൂനീരൂരെ കണ്ടു മോഹിച്ചു അപ്പോൾ താഴെ ഞാൻ നീന്തി ചെല്ലാപൂകൊട്ടിച്ചു അന്ന് കണ്ടൊടിഞ്ഞ താമരന കൊണ്ടുവന്നപ്പോൾ പെണ്ണെ നിൻ കവിയിൽ കണ്ടു മറ്റൊരു താമരകാട് പെണ്ണെ നിൻ കവിയിൽ കണ്ടു മറ്റൊരു താമരകാട് അല്ലിയാമ്പൽ കടവിലെന്നരയ്ക്കു വെള്ളം
പൂവെള്ളം അന്നു നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കൊതും പൂവെള്ളം നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം മാവ് പൂത്തല്ലോ ഞാവൽ കാപടുത്തല്ലോ ഇന്നും കാലമായില്ലേ നിന്റെ കൈ പിടിച്ചിടാൻ മാവ് പൂത്തല്ലോ ഞാവൽ കാപടുത്തല്ലോ ഇന്നും കാലമായില്ലേ എന്റെ കൈ പിടിച്ചിടാൻ അങ്ങ് മൂളിപ്പാട്ട് പാടി തമ്മേ എന്നീയാളൊഴിഞ്ഞ കൂട്ടിലെന്തേ വന്നു ചേരാതോ എന്നീയാളൊഴിഞ്ഞ കൂട്ടിലെന്തേ വന്നു ചേരാത്തോ അല്ലിയാമ്പ് അന്നു നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കൊതും പൂവെള്ളം നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം. ഈ പാട്ട് പാടിയിട്ടാണ് അച്ഛൻ സെമിനാരിൽ പോയത്. ഒരാളോടാണ് ഈ പാട്ട് പാടിയത്. അതാ വൈക്കും കയ്യിൽ കൂടി മഞ്ചിന്നോണ്ട് ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. അതിൽ നിരാശ കൊണ്ട് അച്ഛൻ എത്രാൻ പോയതാ, വെറുതെ പറയണ്ട. ഏതായാലും ഇന്നത്തെ ഈ യൂണിറ്റിന്റെ എല്ലാവിധ വാർഷികത്തിനും എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി. നമുക്കിവിടെ ഒരു ലക്കി ഡ്രോ നറുക്കെടുപ്പുണ്ട്. വന്നിട്ടുള്ള എല്ലാ ആൾക്കാരും ഇതിൽ എടുക്കണം. ഓൾറെഡി എടുത്തിട്ടുള്ളവർ എടുക്കണ്ട. എടുക്കാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ കയ്യിലുണ്ട്, ഒന്ന് എടുക്കണം. അത് സർപ്രൈസ് സമ്മാനമാണ്. അവസാനം വരെ ഇരിക്കുന്നവരിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ എടുക്കുന്ന ഒരു സമ്മാനമാണ്. ആരെങ്കിലും ഞങ്ങൾ വരാം. ആരെങ്കിലും എടുക്കാത്തവരുണ്ടെങ്കിൽ എടുക്കും. മനോഹരമായ ഗാനത്തിന് നന്ദി. താങ്ക് യു സാജൻ ചേട്ടൻ. അടുത്തതായി സമ്മാനദാനമാണ്. 2024 മത്സരത്തിൽ നമ്മുടെ ഇടവകയിൽ ആദ്യത്തെ 15 സ്ഥാനങ്ങളിൽ സെന്റ് മരിയ ഗൊരേറ്റി യൂണിറ്റിൽ നിന്നും 7 പേർ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് എന്ന് അഭിമാനപൂർവ്വം പറയട്ടെ. അവർ റോസ്മോൾ ജോയ്, റോസ്ലി ജോസഫ്, പ്രിൻസി തോമസ്, ജോയ് പിജെ, ഹണി ചെറിയാൻ, സിസി ജെയിംസ് ആൻഡ് മേരി തോമസ്. അഭിനന്ദനങ്ങൾ. കൂടാതെ കഴിഞ്ഞ 2 വർഷമായി മുടങ്ങാതെ എല്ലാ യൂണിറ്റ് മീറ്റിംഗിലും പങ്കെടുത്ത് നമുക്കെല്ലാം മാതൃകയായി ഫുൾ അറ്റൻഡൻസ് പ്രൈസിന് അർഹയായിരിക്കുന്നത് ശ്രീമതി ഹണി ചെറിയാനും. അഭിനന്ദനങ്ങൾ. ഇവർക്ക് സമ്മാനങ്ങൾ നൽകുന്നതിനായി ബഹുമാന്യനായ വികാരി അച്ഛനെ ക്ഷണിച്ചുകൊള്ളുന്നു. റോസ്മോൾ ജോയ്, റോസ്ലി ജോസഫ്, പ്രിൻസി തോമസ്, ജോയ് പി ജെ, ഹണി ചെറിയാൻ, സിസി ജെയിംസ് ആൻഡ് മേരി തോമസ്. Full attendance prize goes to Honey Cherry. നമ്മുടെ യൂണിറ്റിൽ ആദ്യമായി വന്നിരിക്കുന്ന CMC കോൺവെന്റിലെ മദർ സുപ്പീരിയർ സിസ്റ്റർ ആൻസി മരിയയെ ആശംസകൾ അറിയിക്കുന്നതിനായി ക്ഷണിച്ചുകൊള്ളുന്നു. ഈ സമയം ഹോസ്പിറ്റലിലായിരിക്കുന്ന ഇവിടുത്തെ കുടുംബനാഥനെയും ആപ്പച്ചനെ സഹായിക്കാനായി അവിടെ പോയിരിക്കുന്ന ആ അമ്മയുടെയും ഹൃദയഭാവങ്ങൾ ഒപ്പിയെടുത്തുകൊണ്ട് ഒരു നിമിഷം എത്രയും വേഗം സൗഖ്യപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇവിടെ ആയിരിക്കുകയാണ്. സ്നേഹം നിറഞ്ഞ വികാരിയച്ഛ, കൊച്ചച്ഛ, യോഗാധ്യക്ഷൻ,
വേദിയിലും സദസ്സിലുമായിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, പ്രിയ കുഞ്ഞുമക്കളെ, ക്ഷമയുടെ സാധ്യതകൾക്ക് മാലാഖയുടെ ചെറുക വിരിച്ചപ്പോൾ ഉരുതിരിഞ്ഞു വന്ന വലിയൊരു വിശുദ്ധയാണ് ഈ യൂണിറ്റിന് മധ്യസ്ഥയായ വിശുദ്ധ മരിയ ഗൊരിയത്തി. കേവലം 12 വർഷക്കാലം മാത്രം ഈ ഭൂമിയിൽ ജീവിച്ചുകൊണ്ട് ക്ഷമയുടെ വലിയ പാഠങ്ങൾ നമ്മെ പഠിപ്പിച്ച് ദൈവത്തിൻ്റെ മുമ്പിലായിരിക്കുന്ന ആ വലിയ വിശുദ്ധിയുടെ എല്ലാവിധ നന്മകളും ഈ സമയം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ എന്ന് ഈ സമയം ഞാൻ ആശംസിക്കുകയാണ്. ഇന്നിൻ്റെ കാലഘട്ടത്തിൽ പലതരത്തിലുള്ള അശുദ്ധതയിലേക്കും മറ്റു മദ്യം, മയക്കുമരുന്ന് തുടങ്ങിയ വ്യാപാരങ്ങളിലേക്കും അതുപയോഗത്തിലേക്കും കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന യുവതലമുറയ്ക്ക് വലിയൊരു പ്രതീക്ഷ നൽകുന്ന വിശുദ്ധയാണ് വിശുദ്ധ മരിയ ഗൊരിയത്തി. ഈ മരിയ ഗൊരിയത്തി വിശുദ്ധയുടെ നാമം നിങ്ങളെ ഈ യൂണിറ്റിൻ്റെ മധ്യസ്ഥയായി ഏറ്റെടുത്തിരിക്കുന്നതിൽ ഏറെ സന്തോഷിക്കാം. നമ്മുടെ കുഞ്ഞു ബാല്യങ്ങളെ ആ വിശുദ്ധയുടെ കടമയിലേക്ക് കൊടുത്തുകൊണ്ട് ഇന്നത്തെ മാതാപിതാക്കളുടെ ആകുലതകൾക്ക് ഒരു സമാപ്തി ഉണ്ടാകട്ടെ എന്ന് ഈ സമയം ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ്. 12 വർഷക്കാലം ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ അവൾക്ക് അവളുടെ അമ്മ പകർന്നു കൊടുത്ത ഒരു സന്ദേശമുണ്ട്. പാപം ചെയ്യുന്നതിനേക്കാൾ മരണം വരിക്കുകയാണ് ഏറ്റവും ഉത്തമമെന്ന്. ആ നല്ല അമ്മയുടെ സന്ദേശം പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് വിശുദ്ധിക്ക് വേണ്ടി പടപൊരുതിയ വിശുദ്ധയാണ് വിശുദ്ധ മരിയ ഗൊരിയത്തി. ഈ നിമിഷം എല്ലാ നന്മകളും നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും വിശുദ്ധി ബലിയർപ്പിക്കുവാൻ ഈ ഒരു ഭവനം ഏറ്റവും മനോഹരമാക്കി തീർത്ത ഇപ്പോൾ ഇല്ലാത്ത കുടുംബനാഥനെ പ്രത്യേകമായി ഓർത്തുകൊണ്ടും അമ്മച്ചിക്ക് ആ ഭർത്താവിനെ സംരക്ഷിക്കുവാനും ആവശ്യമായ സഹായം ചെയ്തു കൊടുക്കുവാനും ആവശ്യമായ വലിയ കൃപ യാചിച്ചുകൊണ്ടും ഒരിക്കൽ കൂടി നിങ്ങൾക്ക് ഏവർക്കും നന്മകൾ ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. താങ്ക് യു ഹണി. 2024-25 അധ്യയന വർഷത്തിൽ നമ്മുടെ യൂണിറ്റിൽ നിന്നും 10-12 ക്ലാസ്സുകളിലെ വാർഷിക പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അഭിനന്ദനങ്ങൾ. 10ാം ക്ലാസ്സിൽ നിന്നും സഞ്ജന സാജൻ, എലൈൻ ജയേഷ് ആൻഡ് റോസ്ലീന സോണി. 12ാം ക്ലാസ് വിദ്യാർത്ഥികളായ അലൻ ടോം ബിനോയ് ആൻഡ് അശ്വിൻ സോണി. കൂടാതെ വിശ്വാസപ്പെടുന്ന സ്കോളർഷിപ്പിന് അർഹനായിരിക്കുന്നത് നമ്മുടെ യൂണിറ്റിൽ നിന്ന് GNK ഫെക്സ്. കൺഗ്രാജുലേഷൻസ്. വിജയികൾക്ക് സമ്മാനം നൽകുന്നതിനായി ബഹുമാനനായ കൊച്ചനെ ക്ഷണിച്ചുകൊള്ളുന്നു. എലൈൻ ജയേഷ് ആൻഡ് റോസ്ലീന സോണി. Ashwin Soni. Ashley is receiving Allen's prize. GNK Fexer scholarship for catechism. Thank you, Father. Congratulations to all. ദേവാലയത്തിൽ നടക്കുന്ന എല്ലാ പരിപാടികളിലും സ്നേഹ സാന്നിധ്യമായി എത്തിച്ചേരുന്ന CSE കോൺവെന്റിലെ സിസ്റ്റർ റിൻസി പള്ളിപ്പാട്ടിനെ ആശംസകൾ നൽകുന്നതിനായി ക്ഷണിക്കുന്നു. വേദികളും സദസ്സിലുമായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നല്ലൊരു സായാഹ്നം ആശംസിക്കുന്നു. വികാരിച്ചൻ എന്നോട് പാട്ട് പാടാൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഞാൻ പാടില്ല. കാരണം കഴിഞ്ഞ 2-3 യൂണിറ്റുകളിൽ സാജേട്ടൻ പാട്ടുപാടി അപ്പോൾ തന്നെ മഴ പെയ്തു. ഇനി മഴ പെയ്തിട്ടില്ല, എൻ്റെ പാട്ടോടുകൂടി മഴ പെയ്താൽ ഇവർ പറയും ഞാൻ പാടിയിട്ടാണ്. അതുകൊണ്ട് ഞാൻ പാടില്ല. പകരം ഞാനൊരു കൊച്ചു ചോദ്യം എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുള്ളത്, കൂടെ ഇവിടെ വന്നിട്ട് കുറച്ച് യൂണിറ്റുകളിൽ ഞാൻ പങ്കെടുത്തിട്ടുള്ളൂ. അവിടെ എനിക്ക് തോന്നിയൊരു കാര്യം,
നമ്മുടെ യൂത്ത് എവിടെയാണ്? കൊച്ചുകുട്ടികളുണ്ട്, പ്രായമായിട്ടുള്ളവരുണ്ട്, ഇടനിലയിലുള്ളവരൊക്കെ ഉണ്ട്. നമ്മുടെ യൂത്ത് ആരെയും കാണുന്നില്ല. ജോനെ കണ്ടു, 1-2 കുട്ടികളെ അവിടെ ഒരുങ്ങുന്ന കണ്ടു, പെൺകുട്ടികളെ. ബോയ്സിനെ അധികം കണ്ടില്ല. അശ്വിനെ കണ്ടു, അലനെ കണ്ടു, ആ വിദേശത്താണ്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം. അപ്പോൾ അവർക്ക് വേണ്ടി അവരെ കൂടെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു കൊച്ചു യൂണിറ്റ് ഉണ്ടായാൽ, കുറച്ചും കൂടെ നല്ലൊരു ആക്ടിവിറ്റി ഉണ്ടായാൽ നമുക്ക് കുറച്ചും കൂടെ മനോഹരമാക്കാൻ പറ്റില്ലേ നമ്മുടെ യൂണിറ്റ് മീറ്റിങ്ങുകൾ, നമ്മുടെ ക്രൈസ്തവ കൂട്ടായ്മകൾ എന്ന് എനിക്ക് തോന്നി. 2025 മാർച്ച് 23 ഇറങ്ങിയ ഒരു വെബ് സീരീസ് ആണ് അഡോളസൻസ്. നിങ്ങൾ കണ്ടോന്ന് എനിക്കറിയില്ല, നെറ്റ്ഫ്ലിക്സിലൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. അതിൻ്റെ ഒരു പാർട്ടേ ഞാൻ കണ്ടിട്ടുള്ളൂ. അതിൽ സീരിയസ് ആയിട്ടുള്ള തീം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. യൂത്തിനെ കുറിച്ചിട്ടുള്ളതാണ് ആ സിനിമ മുഴുവൻ. ജെയ്മി മില്ലർ എന്ന് പറയുന്ന ഒരു 13 വയസ്സുകാരൻ തൻ്റെ കൂടെ പഠിക്കുന്ന കേറ്റി എന്ന് പറയുന്ന പെൺകുട്ടിയെ കൊല്ലുകയാണ്. തെളിവുകളൊക്കെ അവനെതിരാണ്. അവൻ കൊന്നത് ശരിക്കും വിഷ്വൽസിലെല്ലാം ഉണ്ട്. അവൻ്റെ വിചാരണ നടന്നുകൊണ്ടിരിക്കുകയാണ്. വിചാരണ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവൻ ഇത് നിരന്തരമായിട്ട് എതിർക്കുകയാണ്. ഞാനിത് ചെയ്തിട്ടില്ല എന്ന് പറയുകയാണ്. വിചാരണ ചെയ്തുകൊണ്ടിരിക്കുന്ന പോലീസ് ഓഫീസർ ഒരു ദിവസം വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ അവൻ്റെ പോലീസ് ഓഫീസറിൻ്റെ മകനാണ് പറയുന്നത്, അച്ഛനറിയോ ജെയ്മി എന്തിനാണ് കേറ്റിയെ കൊന്നതെന്ന് അറിയാമോ? ജെയ്മി തന്നെയാണ് കൊന്നത്, ഞങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ട്. 16 തവണ കുത്തിയിട്ടാണ് അവളെ കൊലപ്പെടുത്തിയത്. അപ്പോൾ അച്ഛൻ പറഞ്ഞു കണ്ടിട്ടുണ്ട്. എന്തിനാണ് അവളെ കൊലപ്പെടുത്തിയത്? അപ്പം അവൻ്റെ യൂട്യൂബും അല്ലെ ഇൻസ്റ്റാഗ്രാമൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ അവർ രണ്ടുപേരും നന്നായിട്ട് ചാറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല മെസ്സേജുകളൊക്കെ അയച്ചിട്ടുണ്ട്, നല്ല സ്മൈലുകളൊക്കെ ഇട്ടിട്ടുണ്ട്, ഒരുപാട് ചാറ്റിങ് നടന്നിട്ടുണ്ട് ഫോണൊക്കെ നോക്കുമ്പോൾ. പിന്നെ ഇവർ തമ്മിൽ എന്താണ് ഉണ്ടായത്? ഫോണിൻ്റെ അവസാനം വരെ ഈ സ്മൈലീസ് ഇവർ തമ്മിൽ കൈമാറിയിട്ടുണ്ട്. അപ്പോൾ ഈ കുട്ടി സ്വന്തം അച്ഛനോട് പോലീസ് ഓഫീസറിനോട് പറയാണ്, അച്ഛാ ജെയ്മി കേറ്റിയെ കൊല്ലാൻ കാരണം കേറ്റി എപ്പോഴും അവനെ ഈ ചാറ്റിങ്ങിലൂടെ ബുള്ളിങ് ചെയ്യായിരുന്നു, അവനെ ശല്യപ്പെടുത്തുകയായിരുന്നു. ഈ ചെയ്ത ചാറ്റിങ്ങുകളുടെ സ്മൈലുകൾ അച്ഛൻ ശ്രദ്ധിച്ചോ? അപ്പോൾ പോലീസ് ഓഫീസർ പറയണില്ല, ഞാൻ അങ്ങനെ കാര്യമായിട്ട് എടുത്തില്ല. ഒരു 100% നമ്മളൊക്കെ അയക്കുന്ന ഒരു ഇതാണ്, നല്ലൊരു കാര്യം നടന്ന 100% നമ്മൾ അയക്കും. അതുപോലെ തന്നെ ഒരു തീ കത്തണ ഇമോജി, അതുപോലെ തന്നെ ക്യാപ്സൂളിൻ്റെ ഇമോജി. ഈ ക്യാപ്സൂൾ നിരന്തരം ജെയ്മിക്ക് കയറ്റിയിട്ട് അയച്ചു കൊടുത്തിട്ടുണ്ട്. മിക്കവാറും ക്യാപ്സൂളുകളാണ് അവൾ അയച്ച മെസ്സേജുകൾ. അപ്പോൾ ഇത് കണ്ടപ്പം ജെയ്മിക്ക് ദേഷ്യം എന്തുകൊണ്ടാണ് കൊന്നത്, എന്തിനാണ് ഈ ഇമോജികൾ അയച്ചപ്പോൾ അവന് ദേഷ്യം വന്നതെന്ന് ഈ പോലീസ് ഓഫീസർ ചോദിക്കുകയാണ്. അപ്പോഴാണ് ഈ കുട്ടി പറയുന്നത്, പക്ഷേ ഇതിനും ഒരു അർത്ഥമുണ്ട്. ഈ ഇമോജികൾ അയക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നതൊക്കെ തമാശിക്കാന്നല്ല, ഈ ഓരോ ഇമോജിക്ക് ഒരു അർത്ഥമുണ്ട്. ഇന്നത്തെ കാലഘട്ടം അങ്ങനെയാണ്. ഒരു യൂത്തിൻ്റെ ഇടയിൽ ഒരു സംസാരമുണ്ട്, അത് നമുക്ക് മനസ്സിലാകുന്നില്ല. ഈ ക്യാപ്സൂൾ അയച്ചത് വഴി കേറ്റി ജെയ്മിയോട് പറയാൻ ആഗ്രഹിച്ചത് സെക്ഷുവലി നീ ഇമ്പോർട്ടൻ്റ് ആണ്, നിനക്ക് ലൈംഗിക ശേഷി ഇല്ല എന്ന് പരസ്യമായിട്ട് അവൾ പറഞ്ഞതിന് തുല്യമാണ്. ഇവരിട്ട ഓരോ പിക്ചറിൻ്റെ അടിയിലും ഓരോ ക്യാപ്സൂളാണ് ഇട്ടിരിക്കുന്നത്. ഇതിന് ഇങ്ങനെ ഒരു അർത്ഥം ഉണ്ടെന്ന് ഈ പോലീസ് ഓഫീസറിന് അറിയില്ല. അദ്ദേഹം ഇങ്ങനെ സ്റ്റണ്ടായിട്ട് നിൽക്കുകയാണ്, എന്താണ് ചെയ്യേണ്ടത്, തുടർന്ന് ഇനി എങ്ങനെയാണ് ഇത് കൊണ്ടുപോകുന്നത്. അപ്പം എനിക്ക് കഴിവില്ലെന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ കൊല്ലാനായിട്ട് ആയുധമെടുത്ത തൻ്റെ കൂടെ പഠിക്കുന്ന കുട്ടി. ഇങ്ങനൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. സ്കൂൾ തുറന്നു വരികയാണ്. ഞാനിപ്പോൾ യൂത്ത് എവിടെയെന്ന് ചോദിച്ചതിൻ്റെ ഒരു അർത്ഥം തന്നെ അതാണ്. നമ്മുടെ കുട്ടികൾ നമ്മുടെ എവിടെയാണ്, അവരുടെ സംസാരം ഇതിനെ കുറിച്ചിട്ടാണ്. നമുക്ക് അവരുടെ ഭാഷ മനസ്സിലാവുന്നുണ്ടോ? അവരുടെ കൂടെ ഇരിക്കുമ്പോൾ അവർ പറയുന്ന ക്രിഞ്ച്, അതുപോലെ തന്നെ എന്താണ് തന്ത വൈബ്, തള്ള വൈബ്, അല്ലെങ്കിൽ കുറച്ചും കൂടെ കടന്നുള്ള പ്രയോഗങ്ങളൊക്കെ മനസ്സിലാക്കുന്നതിൽ എത്രമാത്രം ഞാൻ വിജയിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അവരുടെ കൂടെ പിടിച്ചു നിൽക്കാൻ മാത്രം അവരെ പറ്റി എനിക്ക് എന്തറിയാം? എൻ്റെ കൂടെ ഇരിക്കുന്ന എൻ്റെ യൂത്ത് ആയിരിക്കുന്ന എൻ്റെ കുഞ്ഞിനെ പറ്റി എനിക്ക് എന്തറിയാം? ഒന്ന് ചിന്തിക്കുന്ന നല്ലതാണ്. ഈ സിനിമ തരുന്ന ഒരു വലിയ പ്രമേയം അതിനെ കുറിച്ചിട്ടാണ്. കുറച്ച് ദിവസമായിട്ട് ഞാൻ സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് ഇതിനെക്കുറിച്ച് കൂടുതൽ ഇങ്ങനെ പഠിക്കുമായിരുന്നു. കുട്ടികളുടെ കൂടെ നമ്മൾ നടക്കുമ്പോൾ അവരുടെ ഉള്ളിലെ വിഷമങ്ങൾ എന്താണെന്ന് ശരിക്കും നമുക്ക് അറിയുന്നില്ല. അവരെങ്ങനെയാണ് ഒരു വെർച്വൽ മീഡിയയിൽ അവരെങ്ങനെ ബുള്ളിങ് ചെയ്യപ്പെടുന്നത്, ശല്യപ്പെടുത്തപ്പെടുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. അപ്പോൾ അവരുടെ കൂടെ നടക്കുമ്പോഴാണ് നമുക്കിതൊക്കെ മനസ്സിലാവുന്നത്. കർത്താവ് ചുങ്കക്കാരോട് ധനത്തെ പറ്റിയും കൃഷിക്കാരോട് വയലിനെ പറ്റിയും ഇടയന്മാരോട് ആടുകളെ കുറിച്ച് സംസാരിച്ചതാണ്. അതുകൊണ്ട് നമ്മുടെ യൂത്തന്മാരോട് സംസാരിക്കുമ്പോൾ അവരുടെ ഭാഷ നമ്മൾ മനസ്സിലാക്കാനായിട്ട് പഠിക്കുന്ന നല്ലതാണ്. നമ്മുടെ വീട്ടിൽ നഷ്ടപ്പെട്ടു പോകുന്ന നമ്മുടെ യൂത്ത്, നമ്മുടെ യുവജനങ്ങൾ നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കണമെങ്കിൽ അവരുടെ ഭാഷ അതിലേക്ക് നമ്മളൊന്ന് തിരിച്ചു നടക്കേണ്ടതുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇത് പ്രധാനമായിട്ട് ഇന്ന് പറയാൻ കാരണം മരിയ ഗൊരെറ്റി ആണ്. അവളുടെ ഭാഷ മനസ്സിലാക്കാനായിട്ട് അവളുടെ അമ്മയ്ക്ക് സാധിച്ചു, അവളുടെ ഭാഷ മനസ്സിലാക്കാൻ ദൈവത്തിന് സാധിച്ചു. പക്ഷേ അലക്സാണ്ടർ എന്ന് പറയുന്ന യുവാവിന് മാത്രം അവളെ മനസ്സിലായില്ല, അവളുടെ വിശുദ്ധി മനസ്സിലാക്കാൻ സാധിച്ചില്ല. കൂടെയുള്ളവരുടെ ഭാഷ മനസ്സിലാക്കാനായിട്ടുള്ള ഒരു ഹൃദയത്തുറവി, അവരുടെ മനസ്സിലാക്കാനുള്ള നമ്മുടെ ഒരു ആന്തരിക ജ്ഞാനം നമ്മൾ വർദ്ധിപ്പിക്കാനായിട്ട് ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. മരിയ ഗൊരെറ്റിയുടെ മാധ്യസ്ഥം തേടി നമ്മുടെ യുവജനങ്ങളെല്ലാവരും വിശുദ്ധിയിൽ വളരുവാനായിട്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. നന്ദി. താങ്ക് യു സിസ്റ്റർ റിൻസി. ഒരു ട്രസ്റ്റി ശ്രീ ബൈജു തളിയത്തിനെ ആശംസാ പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു.
വികാരിയച്ച, കൊച്ചച്ച, വൈസ് ചെയർമാൻ സാജേട്ട, ബെന്നി, സിസ്റ്റർ ആൻസി, സിസ്റ്റർ റിൻസി, മറ്റ് യൂണിറ്റിൽ നിന്നെത്തിയിരിക്കുന്ന ഭാരവാഹികളെ, പ്രിയ മര്യാദോരത്തി യൂണിറ്റ് അംഗങ്ങളെ, എനിക്ക് ഈ മര്യാദോരത്തിയുടെ യൂണിറ്റ് എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക ഒരു അടുപ്പുണ്ട്. കാരണം ഞാൻ കുഞ്ഞായിരിക്കുമ്പോൾ മുതൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു 70, 75 അല്ലെങ്കിൽ 60കളിൽ ജനിച്ച ആ ഒരു തലമുറയിലെ എല്ലാവരെയും വീട്ടിലെ കാർന്നോമാർ പറഞ്ഞു കൊടുക്കുന്ന ഒരു പേരാണ് മര്യാദോരത്തി. മര്യാദോരത്തെ പോലെ ആവണം, മര്യാദോരത്തെ പോലെ ആവണം, വിശുദ്ധിയുടെ പടവ് നമുക്ക് ചവിട്ടിക്കയറണം. എനിക്കും അതുപോലെ തന്നെ എൻ്റെ വീട്ടിൽ ഞങ്ങൾ 3 മക്കളാണ്. ഞങ്ങൾ ഭക്ഷണം കഴിഞ്ഞ് കിടക്കുമ്പോൾ ഞങ്ങൾ 3 പേരെയും കിടക്കും. ഓരോ ദിവസവും ഓരോ വിശുദ്ധന്മാരുടെ കഥയാണ് നമ്മി പറഞ്ഞു തരിക. ഓരോ ദിവസവും ഓരോരുത്തരെ കൃത്യമായിട്ട് പറഞ്ഞ് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞു തരും, സംശയങ്ങൾ ക്ലിയർ ചെയ്യും. അപ്പോൾ അതിനകത്ത് ഏറ്റവും കൂടുതൽ ഞാൻ കേട്ടിട്ടുള്ളത് മര്യാദോരത്തിയുടെ കാര്യമാണ്. മര്യാദോരത്തി 12 വയസ്സിൽ വിശുദ്ധിയായിട്ട് ജീവിച്ചു, വിശുദ്ധിയിൽ വളർന്നു. അത് ആയിരിക്കണം നമ്മളുടെ ജീവിതം. നമ്മളും അതുപോലെ തന്നെ ആയാൽ മാത്രമേ ഈശോയെ ഇഷ്ടപ്പെട്ടുണ്ടാവുള്ളൂ എന്നുള്ള ആ ചെറിയ കാലത്തെ മനസ്സിലെ ആ ചിന്ത ഇന്നും നമ്മുടെ മനസ്സിൽ നിൽക്കുക. അവിടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ മര്യാദോരത്തി മരിച്ചു, നമുക്കെല്ലാവർക്കും അറിയാം സ്വർഗത്തിലാണ്, വിശുദ്ധിയാണ്. ആ മര്യാദോരത്തിയുടെ ഘാതകൻ അലക്സാണ്ടർ 3 വർഷം ജയിലിലായപ്പോൾ, നിങ്ങൾക്കറിയാം അത് പ്രായപൂർത്തിയാവാത്ത ആളായതുകൊണ്ട് അദ്ദേഹത്തെ ജീവപര്യന്തം ശിക്ഷിച്ചുവെങ്കിലും വളരെ കുറച്ച് വർഷത്തേക്ക് മാത്രമേ ശിക്ഷിച്ചുള്ളൂ. പക്ഷേ 3 കൊല്ലം കഴിഞ്ഞപ്പോൾ തന്നെ അലക്സാണ്ടറിന് മര്യാദോരത്തിയുടെ ഒരു സ്വപ്നമുണ്ടായി. ആ സ്വപ്നം ഒരു പൂവ് കൊണ്ടുവന്ന് കൊടുക്കുന്നൊരു സ്വപ്നമാണ് അലക്സാണ്ടറിന്. അലക്സാണ്ടറിൻ്റെ കയ്യിലിരുന്ന ആ പൂ കരിഞ്ഞുപോയി. അതൊരു മാനസാന്തരത്തിൻ്റെ ഒരു തുടക്കമായിരുന്നു. അങ്ങനെ ആ അലക്സാണ്ടർ കാലാവധി കഴിഞ്ഞ് ജയിലിൽ നിന്ന് ഇറങ്ങി അദ്ദേഹം ഒരു കപ്പൂച്ചിൻ സഭയിൽ ഒരു ബ്രദറായിട്ടാണ് പിന്നീട് ജീവിച്ചത്. ആയിരിക്കുന്ന സമയത്ത് 1950 12ാം വയസ്സ് മാർപ്പാപ്പ വിശുദ്ധയായിട്ട് പ്രഖ്യാപിക്കുന്ന സമയത്ത് ആ ചടങ്ങിൽ പങ്കെടുക്കാനായിട്ട് മര്യാദോരത്തിയുടെ 4 സഹോദരന്മാരുടെ കൂടെ ഈ അലക്സാണ്ടറും വന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ കാര്യം. അന്ന് ഈ കുഞ്ഞിനോട്, ഈ മര്യാദോരത്തിയോട് നീ വിശുദ്ധിയിൽ ജീവിക്കണം ജീവിക്കണം എന്ന് പറഞ്ഞ അമ്മ ആ ചടങ്ങിന് സാക്ഷിയായിരുന്നു. ആ അമ്മയോട് കെട്ടിപ്പിടിച്ച് നിന്നാണ്, കരഞ്ഞുകൊണ്ടാണ് അലക്സാണ്ടർ ആ സംഭവത്തിന് സാക്ഷിയായത്. നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, തെറ്റുകൾ ചെയ്യും, വിശുദ്ധിയിൽ വളരുന്നാൽ പോലും നമുക്ക് തെറ്റുകളും പ്രലോഭനങ്ങളും ഉണ്ടാവും. പക്ഷെ അത് ഏറ്റുപറഞ്ഞ് അത് വിശുദ്ധീകരിക്കപ്പെടുമ്പോഴാണ് നമുക്ക് നല്ലൊരു പാത സൃഷ്ടിക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് യൂണിറ്റുകൾ എന്ന് പറയുന്നത് നമ്മൾ വിശദീകരിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ നന്നാവുന്നത് മാത്രമല്ല, മറ്റുള്ളവരെയും കൂടി നന്നാക്കാനായിട്ടുള്ള ഒരു വേദി ആക്കിയെടുക്കണം. നമ്മൾ ഈ യൂണിറ്റുകൾ പരസ്പരം സ്നേഹിക്കാനും ബന്ധപ്പെടുന്നവരെ അവരുടെ കുറവുകളിൽ പരിഹരിക്കാനും പറ്റിയ രീതിയിലുള്ള കടമ നമുക്കുണ്ട്. അത് നമ്മൾ മറന്നു പോകരുത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ മര്യാദോരത്തിയുടെ ബോഡി നെറ്റ്യൂണിൽ പോയി കാണാനുള്ള ഒരു ഭാഗ്യമുണ്ടായിരുന്നു. ഞാനും എൻ്റെ 2 അനിയന്മാർ, അച്ഛന്മാരും എൻ്റെ ഭാര്യയും ആണ് ഞങ്ങൾ പോയത്. ഞങ്ങൾ പോയി ആ ബോഡി കണ്ടു. 2 അടി അകലത്തിൽ നിന്ന് ഇപ്പോഴും അഴുകാത്ത ബോഡി, വളരെ സുന്ദരിയായിട്ടിരിക്കുന്നു. ഞാൻ കണ്ടപ്പോൾ ഞാൻ അവിടെ നിന്ന് ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, ഓ ഇത്രയും സുന്ദരിയായ ആണെങ്കിൽ അവനെ പറഞ്ഞിട്ട് കാര്യമില്ല. അതുപോലെ അത്ര സുന്ദരിയായിട്ട് ആ മരിച്ചു കിടക്കുന്ന അതേപോലെ തന്നെ കിടക്കുക. അതുപോലെ തന്നെ ഞാൻ ആ അന്ന് കുത്തുകൊണ്ട് വീണ സ്ഥലം, ആ വീട്ടിൽ പോയി. ആ വീട് അതേപോലെ തന്നെ നിലനിർത്തിയേക്കാണ്. അവിടെ മര്യാദോരത്തി ആ മരിച്ചു കിടന്നത് പടം വരച്ച് ഇട്ടേക്കാണ്, നമുക്കത് കാണാം. അതൊക്കെ അത് ശരിക്കും ഞാൻ ആലോചിക്കുമായിരുന്നു. എനിക്കൊക്കെ അത് ഇങ്ങനെ ചെറുപ്പം മുതലേ പറഞ്ഞു തന്നത് കാണാനുള്ള ശരിക്കും ഒരു യോഗം ഉണ്ടായി. അത് ഞങ്ങൾ 3 മക്കളും കൂടുതലായിട്ട് ഭാര്യയും എൻ്റെ ഭാര്യയും ഉൾപ്പെടെ, അവർ 2 പേരും അച്ഛന്മാരാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഞങ്ങൾ പോയി കണ്ടു. ശരിക്കും അതൊരു വലിയ അനുഭവമാണ്.
ഏതായാലും ഈ യൂണിറ്റിന് മര്യാദോരേത്തി എന്ന പേര് എന്തുകൊണ്ടും അനുയോജ്യമാണ്. നമുക്ക് തെറ്റുകൾ പറ്റും, പക്ഷേ അത് പരിഹരിക്കണം, അത് കുമ്പസാരത്തിലൂടെ ഏറ്റുപറയണം. അതോടുകൂടി അത് തീർന്നാലും, പക്ഷേ ഒരു കാര്യമുണ്ട്, നമുക്ക് തെറ്റുകൾ പറ്റി അത് ദൈവത്തിൻ്റെ മുമ്പിൽ ചിലപ്പോൾ ക്ഷമിക്കപ്പെട്ടിരിക്കാം, പക്ഷേ സമൂഹം അത് നമ്മളെ എത്രത്തോളം അത് അംഗീകരിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് കഴിയുന്നതും മര്യാദോരേത്തിയുടെ ആ ജീവിതപാത പിന്തുടരാനായിട്ട് നമുക്ക് ശ്രമിക്കാം. ഈ യൂണിറ്റിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നന്ദിയോട് നിർത്തുന്നു. താങ്ക് യു. മനോഹരമായ ഒരു ഗാനവുമായി എത്തുന്നു ഷാജു കോട്ടയ്ക്കാലിൽ ആൻഡ് ലിസീസ് ഷാജു. സ്നേഹത്തിൻ തണലായി നിൽക്കണമേ, സ്നേഹത്തിൻ തണലായി നിൽക്കണമേ, മനസ്സിൻ്റെ നോവുകളറിയുന്ന വ്യക്തിൽ ഞാനെന്നും വസിച്ചിടട്ടെ. ആർദ്രതയോടെ നോക്കിയിടുവാൻ ദൈവമേ നീ എന്നെ ഒരുക്കണമേ. ആർദ്രതയോടെ നോക്കിയിടുവാൻ ദൈവമേ നീ എന്നെ ഒരുക്കണമേ. എന്നെ കാണുമ്പോൾ അങ്ങയെ കാണുവാൻ മറ്റുള്ളവർ ഇട കൊടുക്കണമേ. മറ്റുള്ളവർക്കൊപ്പം നിന്നെ കാണുവാൻ എൻ കണ്ണുകൾ നീ തുറക്കണമേ. മനസ്സിൻ്റെ നോവുകളറിയുന്ന കരുത്തിൽ ഞാനെന്നും വസിച്ചിടട്ടെ. നിത്യവും നിന്നെ കൈക്കൊള്ളുമെന്നിൽ നിന്റെ ചൈതന്യം നിറയ്ക്കണമേ. നിത്യവും നിന്നെ കൈക്കൊള്ളുമെന്നിൽ നിന്റെ ചൈതന്യം നിറയ്ക്കണമേ. നാദാ നീ എന്നിൽ അലിഞ്ഞിടുമ്പോൾ ദുഃഖങ്ങളെല്ലാം പോയി മറയും. മനസ്സിൻ്റെ നോവുകളറിയുന്ന വൃത്തിൽ ഞാനെന്നും വസിച്ചിടട്ടെ. നിന്ന് വന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട ഇതിൻ്റെ ഭാരവാഹികളെ, യൂണിറ്റ് ഭാരവാഹികളെ, ഈ യൂണിറ്റിലെ സ്നേഹം നിറഞ്ഞ അംഗങ്ങളെ, ആദ്യമായി നിങ്ങൾക്ക് മര്യാദോരേറ്റി യൂണിറ്റിൻ്റെ വാർഷികാഘോഷത്തോടനുബന്ധിച്ചുള്ള ആശംസകൾ നേരുകയാണ്. എനിക്കിവിടെ നിന്ന് ഇങ്ങനൊരു ആശംസ പറഞ്ഞിട്ട് എനിക്കൊരു ഭയങ്കര സന്തോഷമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന ചെറുപുഷ്പം യൂണിറ്റിൽ നിന്ന് കുടുംബങ്ങളുടെ അംഗം കൂടിയത് കൊണ്ട് മാറ്റപ്പെട്ട ഒരു യൂണിറ്റാണ് മര്യാദോരേറ്റി യൂണിറ്റ്. ആ യൂണിറ്റിൻ്റെ പ്രവർത്തനങ്ങൾ അന്ന് പ്രവർത്തിച്ചിരുന്ന ജോഡി ചക്കേത്തിയേട്ടൻ, അവരാജൻ ചേട്ടൻ, കൊച്ചു കപ്പിയാൽ, കൈക്കാരനായിരുന്ന സെബാസ്റ്റ്യൻ കോട്ടയ്ക്കാലി ചേട്ടൻ, അങ്ങനെയുള്ള ആ കുറച്ച് പേരുടെ നേതൃത്വ പാഠകത്തിൽ നിന്ന് ഉൾക്കൊണ്ടുകൊണ്ട് ഇന്ന് പ്രവർത്തിക്കുന്ന റിൻസി, ഹണി, ബോബൻ, തോമച്ചനൊക്കെ മുഴുവൻ നേരം ഏതാണ്ട് പള്ളിയിലെ ഓരോ കാര്യങ്ങളും ചെയ്ത് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇവർക്ക് ആ നേതൃത്വ പാഠവും കൈമാറി വന്നത് വിശുദ്ധ മര്യാദോരേറ്റിയുടെ വിശുദ്ധിയുടെ ആ വിശുദ്ധ ജീവിതത്തിലൂടെ കൈവരിച്ച വിശുദ്ധിയോടെ തന്നെ മുന്നോട്ട് പോകാൻ ഈ നേതൃത്വത്തിലുള്ളവർക്കും ഈ യൂണിറ്റിലെ എല്ലാ അംഗങ്ങൾക്കും സാധ്യമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. നന്ദി. സമ്മാനദാനമാണ്. സെന്റ് മര്യാദോരേറ്റി യൂണിറ്റിന്റെ വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച കായിക മത്സരങ്ങളുടെ വിജയികൾക്ക് സമ്മാനങ്ങൾ നൽകുന്നതിനായി പുത്തമ്പള്ളി CMC കോൺവെന്റിലെ മദർ റെവറൻഡ് സിസ്റ്റർ ആൻസി മരിയെ ക്ഷണിച്ചുകൊള്ളുന്നു. ജസ്റ്റ് റീഡിംഗ് ഔട്ട് ദ ഇവന്റ്സ് ആൻഡ് ദ prizes.
മത്സര വിജയികൾ ഒന്ന് സ്റ്റേജിന്റെ അടുത്തേക്ക് വന്ന് നിൽക്കുക. ഫസ്റ്റ് ഇവന്റ് തിരികത്തിക്കൽ. ഫസ്റ്റ് പ്രൈസ് ഗോസ് ടു ജിജി മാർട്ടിൻ ആൻഡ് ബോബ് ആൻഡ് ബോൾ. ജിജി മാർട്ടിൻ ആൻഡ് ബോബ് ആൻഡ് ബോൾ. സെക്കൻഡ് പ്രൈസ് ഗോസ് ടു ലിസി ഷാജു ആൻഡ് ജോസ് തലിയത്ത്. സെക്കൻഡ് പ്രൈസ് ലിസി ഷാജു ആൻഡ് ജോസ് തലിയത്ത്. ജോസ് തലിയത്ത് നമ്മുടെ കുടുംബനാഥനാണ്. ആരെങ്കിലും വന്ന് വാങ്ങിക്കുമോ പ്രൈസ്? പിന്നെ ചേച്ചി ഈസ് റിസീവിംഗ് ദിസ് പ്രൈസ്. നെക്സ്റ്റ് ഇവന്റ് ബോൾ ഇൻ ദ ബക്കറ്റ്. ഫസ്റ്റ് പ്രൈസ് ഗോസ് ടു ആൻ മരിയ തോമസ് ആൻഡ് തോമസ് വിരേത്തിൽ. ആൻ മരിയ തോമസ് ആൻഡ് തോമസ് വിരേത്തിൽ. സെക്കൻഡ് പ്രൈസ് ഗോസ് ടു ആസ്റ്റൺ മാർട്ടിൻ ആൻഡ് ജിജി മാർട്ടിൻ. Aston Martin and Gigi Martin. Passing the ball, first prize Aston Martin, second prize Anne Maria Thomas. Aston Martin, will please wait and receive another prize. Second prize second prize Anne Maria Thomas. Thank you, sister. Please. Antonio Joel, second prize Honey Cherian. Next, Bombing the City. First prize goes to Beena Manoj and Jan Lawrence. Please collect Jan Lawrence prize also. Next, Kupil Vella Narakal. First prize goes to Antonio Joel and Jiffy Jayesh. Please. Second prize goes to Anne Maria Thomas and Gracie Varghese. എല്ലാവരും ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കും. എല്ലാ വിജയികൾക്കും അഭിനന്ദനങ്ങൾ. Gracie Varghese. Thank you, sister. അർപ്പിക്കുവാനായി യൂണിറ്റിന്റെ പ്രിയപ്പെട്ട വൈസ് പ്രസിഡന്റ് ശ്രീ ജോയി പള്ളിപ്പറമ്പിലിനെ ക്ഷണിച്ചുകൊള്ളുന്നു. വികാരിച്ച് ഫാദർ അലക്സ് കട്ടയത്തേച്ച മറ്റു ഓരോരുത്തർ പേര് ഞാൻ പറയുന്നില്ല. ഇത് നമ്മളേതായാലും നന്ദി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു നമ്മൾ ആദ്യം ദൈവത്തോട് നന്ദി പറയണം. ആ നന്ദി ഇവിടെ പറയുമ്പോൾ എല്ലാവരും ആയിരിക്കും ഇവിടുത്തെ കുടുംബനാഥൻ ഇപ്പോഴും ആശുപത്രിയിലാണ്. നമ്മളെങ്ങനെയാണ് ഇത്ര സന്തോഷത്തോട് നന്ദി ദൈവത്തിന് പറയാമെന്ന് എനിക്കിപ്പോൾ തോന്നുന്നത് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഹെബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ 12-ാം അധ്യായത്തിൽ അത് ദൈവം പറയുന്നൊരു വാക്കുണ്ട്. നമ്മെ കൂടാതെ അവർ പരിപൂർണരാകാതിരിക്കാൻ വേണ്ടി അവർക്ക് വേണ്ടി നാം ശ്രേഷ്ഠമായത് മുന്നേ കണ്ടെത്തി വെച്ചിരിക്കുന്നു എന്നാണ്. അതിൻ്റെ കറക്റ്റ് അങ്ങനെയല്ല, പക്ഷേ എങ്കിലും ദൈവം നമുക്ക് വേണ്ടി നല്ലതെന്തോ കണ്ടെത്തി വെച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് കാലത്ത് നല്ല മഴ പെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു വൈകുന്നേരം ഇതിനപ്പുറം പോകുമെന്ന്. പക്ഷേ എന്തോ പിടിച്ചു നിർത്തിയിരിക്കുന്ന പോലെയാണ് അത് നിർത്തിവെച്ചത്. ഇതാണ് ദൈവം നമുക്ക് വേണ്ടി കണ്ടെത്തിയിരിക്കുന്നത്. ആദ്യം ദൈവത്തിന് നന്ദി പറയുന്നു. അതോടൊപ്പം നമ്മളോട് ഇവിടെ വിശുദ്ധ കുർബാന അർപ്പിച്ചു. നമ്മുടെ യോഗം ഉദ്ഘാടനം ചെയ്ത അലക്സ് കട്ടയച്ചനും നന്ദി പറയുന്നു. നമ്മുടെ യൂണിറ്റിൻ്റെ പേരിലും ഭാരവാഹികളുടെ പേരിലും നന്ദി അറിയിക്കുന്നു. പിന്നീട് ശരിയച്ഛൻ നമ്മുടെ അസിസ്റ്റന്റ് വികാരിയാണ്. അദ്ദേഹം തിരക്കിനിടയിലാണെങ്കിലും ഓടി ഇവിടെ എത്തി നമുക്ക് വേണ്ടി ഒരു പ്രതീക്ഷയുടെ കിരണങ്ങൾ എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് നമ്മളോട് പറഞ്ഞു തന്നു. അതിനും അദ്ദേഹത്തിന് നന്ദി അർപ്പിക്കുന്നു. അതോടൊപ്പം പിന്നീട് നമുക്ക് വേണ്ടി പ്രസംഗിച്ച ആൻസി മരിയ സിസ്റ്ററും മരിയ ഗോറിയത്തിയുടെ ജീവിതം നമുക്ക് വേണ്ടി തുറന്നു വെച്ചു. പുതിയ അനുഭവങ്ങൾ, പുതിയ കാര്യങ്ങൾ നമുക്ക് അറിയാൻ സാധിച്ചു. അതിനപ്പുറം റിൻസി സിസ്റ്റർ ഇന്നത്തെ യുവത്വം അനുഭവിക്കുന്ന പോരായ്മകൾ എന്ന് പറയാൻ പറ്റില്ല. അവരനുഭവിക്കുന്ന പോരായ്മകളല്ല, അവരെ മനസ്സിലാക്കാൻ നമ്മൾ അനുഭവിക്കുന്ന പോരായ്മകളെ കുറിച്ചിട്ടാണ് റിൻസി സിസ്റ്റർ പറഞ്ഞത്. വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ യുവത്വങ്ങൾ എന്ന് പറയുന്നത്, യൂത്ത് എന്ന് പറയുന്നത് നമ്മുടെ യൂണിറ്റിൽ നിന്ന് മാത്രമല്ല എല്ലായിടത്തും അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും നമ്മളവരെ മനസ്സിലാക്കുവാനും നമ്മൾ അവരെ നേർവഴിക്ക് മീൻസ് അവരെ ഗൈഡ് ചെയ്യുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാലഘട്ടമാണ്.
അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് കുറേയധികം ഡീറ്റെയിൽസ് ഉണ്ട്. പക്ഷേ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ നമ്മളോട് പങ്കുവച്ച സിസ്റ്റർ റിൻസിക്കും നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ നമ്മുടെ വൈസ് ചെയർമാൻ സാജൻ ചേട്ടൻ സിസ്റ്റർ പറയുന്നുണ്ടായിരുന്നു, സാജൻ ചേട്ടൻ പാട്ടുപാടി ഉടനെ മഴ പെയ്യുമെന്ന്. ദൈവം സഹായിച്ചു, സിസ്റ്റർ പാടിയില്ല, അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ മഴ പെയ്യാതിരുന്നത്. അപ്പോൾ സാജൻ ചേട്ടന് പ്രത്യേകം നന്ദി, മഴ പെയ്യാതിരുന്നതിന്. ഓക്കെ, അടുത്ത് നമ്മുടെ ബൈജു, നമ്മുടെ ഹൈക്കാരനായ ബൈജു ചേട്ടൻ, പുള്ളി നമുക്ക് ആർക്കും ലഭിക്കാത്തൊരു അനുഗ്രഹം ബൈജു ചേട്ടൻ ലഭിച്ചിട്ടുണ്ട്. വിശുദ്ധ മരിയാഗുരുതിയെ കാണാൻ സാധിച്ചു എന്നുള്ളത് ഇറ്റ്സ് എ വണ്ടർഫുൾ കാര്യം. നമ്മൾ ജീവിതത്തിൽ നമ്മളൊരിക്കലും പ്രതീക്ഷിക്കാത്ത ചില അനുഗ്രഹങ്ങളാണ് ഇതൊക്കെ. തീർച്ചയായിട്ടും അത് പങ്കുവച്ച് ബൈജു ചേട്ടനെ ഞങ്ങൾ നന്ദിയോടെ അനുസ്മരിക്കുന്നു. പിന്നെ നമ്മുടെ ബെന്നി പുതുശ്ശേരി, അദ്ദേഹം പറയുന്നുണ്ട് ആ യൂണിറ്റിൽ നിന്ന് എനിക്കറിയാം വലിയ ഒരു യൂണിറ്റായിരുന്നു ചെറുപുഷ്പം യൂണിറ്റ്. അപ്പോൾ അത് വലിയ എന്ന് വിഭജിച്ചാണ് മര്യാദപുരത്തി ഉണ്ടായത്. എൻ്റെ ഭാഗ്യമാണോ നിർഭാഗ്യമാണോ എന്നറിയില്ല, യൂണിറ്റ് ഫോം ചെയ്തപ്പോൾ അതിൻ്റെ ആദ്യത്തെ സെക്രട്ടറി ആയിട്ട് തീരാൻ എനിക്ക് സാധിച്ചിരുന്നു. പക്ഷേ എനിക്ക് തോന്നിയില്ല എനിക്കങ്ങനെ പ്രവർത്തിക്കാൻ പറ്റുന്നു. പക്ഷേ എൻ്റെ കുടുംബാംഗങ്ങളെ, ഈ യൂണിറ്റിലുള്ള എല്ലാ കുടുംബങ്ങളെയും കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇതൊരു വണ്ടർഫുൾ യൂണിറ്റാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് എന്താ പറയുക, അത്രയ്ക്ക് ഒരുമയോടെ പ്രവർത്തിക്കുന്ന ഒരു യൂണിറ്റായിരുന്നു. അതിനെ അനുസ്മരിപ്പിച്ചതിന് ബെന്നി ചേട്ടനും വലിയൊരു താങ്ക്സ്. അതിനോടൊപ്പം ഏറ്റവും കൂടുതൽ നന്ദിയോടെ അനുസ്മരിപ്പിക്കേണ്ട ഒരു വ്യക്തിയുണ്ട്, നമ്മുടെയൊക്കെ യൂണിറ്റ് പ്രസിഡന്റ് ബോബൻ ചേട്ടൻ. ബോബൻ ചേട്ടൻ കുറേ നാൾ വിദേശത്തായിരുന്നു, തിരിച്ചെത്തി. അപ്പോൾ ഇങ്ങനെ ബോബൻ ചേട്ടൻ പ്രസിഡൻ്റായി കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും യൂണിറ്റ് നയിക്കുക എന്ന് നമുക്ക് എല്ലാവർക്കും ഒരു വളരെ ഒരു തന്നെയായിരുന്നു. കാരണം നമുക്ക് അടുത്തറിയില്ല, വിദേശത്തായിരുന്നുള്ള ആൾക്കാരില്ല. പക്ഷെ അടുത്തറിഞ്ഞ് ഇവിടെ വന്ന് നമ്മളോടൊപ്പം പ്രവർത്തിച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, ശരിക്കും എന്താ പറയുക, ഞാൻ പോലും അത്ഭുതപ്പെട്ട് പോയിട്ടുണ്ട്. എനിക്കില്ലാത്ത എന്തോരം കഴിവുകളാണ് ഈ ബോബൻ ചേട്ടനോട്. താങ്ക്സ് ബോബൻ ചേട്ടൻ, ഞങ്ങളെ ധീരമായിട്ട് നയിക്കുന്നതിന് ബോബൻ ചേട്ടന് വളരെ താങ്ക്സ്. അതോടൊപ്പം ഞങ്ങളിവിടെ എത്തിയിരിക്കുന്ന സിസ്റ്ററുടെ പേര് ഞാൻ വിട്ടുപോയി, സിസ്റ്റർ എനിക്കറിയാം. എന്നെ പഠിപ്പിച്ചല്ലെങ്കിൽ ഭാരതമാതാ കോളേജിലെ സിസ്റ്റർ അന്ന് സുന്ദരിയായിരുന്നു. ഞാനൊരു 10-30 വർഷം മുമ്പാണ് കണ്ടത്. അതുകൊണ്ടായിരിക്കും സിസ്റ്റർ ഇടയ്ക്ക് ഞങ്ങളുടെ യൂണിറ്റിൽ വരാറുണ്ട്. നല്ല ക്രിയേറ്റീവായിട്ടുള്ള കുറേ ചിന്തകൾ ഞങ്ങളിലേക്ക് പങ്കുവെക്കുന്ന ഒരു വ്യക്തിയാണ് സിസ്റ്റർ ക്ലീറ്റസ്. താങ്ക്സ് സിസ്റ്റർ. മറ്റു 2 സിസ്റ്റർമാരെ എനിക്കറിയില്ല, നിങ്ങൾക്ക് ഇവിടെ എത്തിയതിന് താങ്ക്സ്. പിന്നെ ഇവിടെ എത്തിയിരിക്കുന്ന പല യൂണിറ്റിൻ്റെ പ്രസിഡന്റ്, സെക്രട്ടറിമാർ, പിന്നെ എന്താ പറയുക, കൗൺസിലേഴ്സ്, പലർക്കും ഞാൻ ഇൻവിറ്റേഷൻ കൊണ്ടേക്ക് കൊടുത്തു. കുറച്ച് പേർക്ക് കൊണ്ടേക്ക് കൊടുക്കാനുള്ള യോഗം ഉണ്ടായി. ചിലർക്ക് അതൊരു അത്ഭുതമായിട്ടാണ് എനിക്ക് തോന്നിയത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരന്വേഷിച്ചിട്ട് ഒരു യൂണിറ്റിൻ്റെ വിളിക്കാനായിട്ട് വീട്ടിൽ ചെന്നത് ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും. പലരും അത്ഭുതത്തോടെ എന്നെ നോക്കി, ഇത് ഏത് യൂണിറ്റാണ്. താങ്ക്സ്, നിങ്ങളോട് വന്നതിനൊക്കെ താങ്ക്സ്. പിന്നെ ഇതിനെല്ലാറ്റിലും ഉപരി എനിക്കിപ്പോൾ താങ്ക്സ് പറയേണ്ടത്, ഏറ്റവും കൂടുതൽ പറയേണ്ടത് നമ്മുടെ ജോസേട്ടനാണ്. അത് വിട്ടുപോയത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ 2 ദിവസം മുന്നേ, അതായത് ഇന്ന് ഉച്ചയ്ക്ക് മുന്നാണ് ജോസേട്ടനോട് വിളിച്ചിട്ട് ചോദിക്കണത് മാറ്റി വെക്കണോ അതോ വേണോന്ന്. കാര്യം ജോസേട്ടന് ഇത് ഒരു വീട്ടിലൊരു കുർബാന നടക്കുക എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള കാര്യമാണ്. അതിൽ പങ്കെടുക്കാൻ അവിടുത്തെ കുടുംബനാഥൻ ഇല്ലാതെ വരിക എന്നുള്ളത് ഞങ്ങൾക്ക് വളരെ സങ്കടമുള്ളൊരു കാര്യമായിരുന്നു. അപ്പോൾ ഞങ്ങൾ പ്രസിഡന്റിനോട് പറഞ്ഞു, ജോസേട്ടനോട് വിളിച്ച് ചോദിക്കും, ഇനി നമുക്ക് മാറ്റി വെക്കണമെങ്കിൽ മാറ്റി വെക്കാം. ഞങ്ങൾ അതാണ് യൂണിറ്റിൻ്റെ പ്രത്യേകത. കാര്യം തൊട്ട് തലേദിവസം ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് നമ്മളെങ്ങനെ പരിഹരിക്കാമെന്ന്, എങ്ങനെ അത് ഇത് ചെയ്യണമെന്ന് എല്ലാവരും കൂടി യോജിച്ച് അങ്ങനെ ഒരു തീരുമാനമെടുത്ത് ജോസേട്ടനോട് ജോസേട്ടൻ അതിനേക്കാൾ കൂടുതൽ ഇതോട് പറഞ്ഞ് നിങ്ങൾ നടത്തിക്കോളൂ എന്ന് പറഞ്ഞു. അത് തന്നെ വലിയൊരു ദൈവാനുഗ്രഹമല്ലേ. ഇതാണ് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. അതായത് ആ മനുഷ്യൻ്റെ മനസ്സിനെ ദൈവം പാകപ്പെടുത്തി എടുത്തിരിക്കുന്നു, ഇത് നടക്കട്ടെ എന്ന്. ദാറ്റ് ഈസ് ഗ്രേറ്റ്. അതാണ് ഗോഡ് ഈസ് ഗ്രേറ്റ് എന്ന് പറയുന്നത്. കാരണം ദൈവത്തിന് മനുഷ്യനെ മാറ്റാൻ കഴിവുള്ള ഒരു വ്യക്തി ദൈവം മാത്രമേ ഉള്ളൂ. അതിവിടെ പ്രവർത്തിച്ചു. അത് നമ്മുടെ യൂണിറ്റിൻ്റെ ഒരു വളരെ വണ്ടർഫുൾ തിങ്ങാണ്. അപ്പോൾ ജോസേട്ടനും കുടുംബത്തിനും ഇവിടെ ഹോസ്റ്റ് ചെയ്തതിനും പിന്നെ അവർക്കൊരു ഉറപ്പുണ്ട്,
ഞങ്ങളിലും സുന്ദരമായിട്ട് നടക്കുന്നു. കാരണം അത്രയ്ക്ക് പിൻബലമുള്ള ഒരു കൂട്ടായ്മയാണെന്ന് അവർക്കുള്ള ഉറപ്പുണ്ട്. അത് കൈയടിഞ്ഞ് ഞങ്ങളെ ഏൽപ്പിക്കുകയായിരുന്നു. ഒന്നുകൊണ്ട് അവർക്ക് മടിയുണ്ടായിട്ടില്ല. ഇപ്പൊ പോകുമ്പോൾ ചേച്ചി പറഞ്ഞു ഞാൻ പോയിട്ടാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ചേച്ചി പോയിക്കോ, കുഴപ്പമില്ല, ഇവിടെയുള്ള ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങളൊക്കെ ഇല്ലേന്ന് ചോദിച്ചു. ഓക്കെ, ഇത് പിന്നെ ഇപ്പം ഇതിനകത്ത് എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ ക്ഷമിക്കുക, അത് പറയുന്നു. പിന്നെ ഇവിടെ എത്തിയ എല്ലാ കുടുംബാംഗങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇനി ഞങ്ങൾ ഒരുക്കിയ സ്നേഹവിരുന്നിൽ കൂടി പങ്കെടുത്തുകൊണ്ട് എല്ലാവരും പോകണം. പിന്നെ അതോടൊപ്പം തന്നെ ഈ ഈവൻസ് ഇവിടെ ഇങ്ങനെ ഒരുക്കിയ റിൻസി, ബെറ്റ്സി, ജിഫി, ആൻമരിയ, അങ്ങനെ കുറേ ആൾക്കാർ, കുറേ പേര് ഇതിൻ്റെ പുറകിൽ അഹോരാത്രം പണിയെടുത്തിട്ടുണ്ട്. കാരണം അവർ പിള്ളേരെ പുറകെ നടന്നു, ഓരോരുത്തരെ പുറകെ നടന്ന് ഒരു പ്രോഗ്രാം അവതരിപ്പിക്കും എന്ന് പറഞ്ഞിട്ട് പുറകെ നടക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പല കാര്യങ്ങളുണ്ട്. അപ്പോൾ അതും ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യണം. അവർക്കും ഞാൻ നമ്മുടെ എല്ലാ യൂണിറ്റ് അംഗങ്ങളുടെ പേരിലും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഞാനെങ്കിലും വിട്ടുപോയെങ്കിലും ക്ഷമിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്സ്. യോഗ നടപടികൾ അവസാനിച്ചു. ഉടനെ തന്നെ കലാപരിപാടികൾ ആരംഭിക്കുന്നതാണ്. അതേപോലെ തന്നെ നമ്മുടെ ഫുഡ് കൗണ്ടറും ഓപ്പൺ ആവുന്നതാണ് അടുത്ത് തന്നെ. എല്ലാ വിശിഷ്ടതകളും ദയവായിട്ട് നമുക്ക് കടന്നിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. Purification and preparation of the stage. The participants in Durga Puja are Angela, Anne Maria, Antonio Joel, Elaine, Meenu, Roslina and Sanjana.
That was divine and devotional. इसको में जब ये गाना बजेगा on the floor आना पड़ेगा, लुंगी को उठाना पड़ेगा, स्टेप करके दिखाना पड़ेगा। इसको में जब ये गाना बजेगा on the floor आना पड़ेगा, लुंगी को उठाना पड़ेगा, स्टेप करके दिखाना पड़ेगा। और रजनी फैन don't miss that chance। नाइटी कलर में आया मैं तो, मुझको रोकेगा कौन और गाई को, मेरा मूड में डांस करेगा, किसी का डैडी से नहीं डरेगा। इसको जो भी है करना हो कर लो, इधर ही मैं हूँ खड़ा पकड़ लो, घर पे जाके तुम गूगल कर लो, मेरे बारे में ये विकिपीडिया पे पढ़ लो। Let's give them a big. മനോഹരമായ ഒരു നൃത്തവുമായി എത്തുന്നു ബെൻസി ഹണി.
അരുൺ എന്നാണ് പേര്. ഫസ്റ്റ് പ്രൈസിന്റെ ലക്കറ്റോട് കൂടിയാണ് എടുത്തത്. ഓക്കെ, താങ്ക്സ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഫങ്ഷൻസ്
ഒന്നാം സമ്മാനവും നേടി വിജയീകരിക്കുന്നത് നമ്മുടെ കോൺവെന്റിലെ പ്രിയപ്പെട്ട സിസ്റ്റർ ഷീന സിസ്റ്ററാണ്. എല്ലാവരും പേരില് എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ ആശംസകളും ഒക്കെ തരിക. ഒരു വാഷിംഗ് മെഷീനാണ് കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നത്. ഇപ്പൊ ആ കമ്പനിയിൽ നിന്ന് എത്താത്തത് കൊണ്ട് വാഷിംഗ് മെഷീനിൽ ഇടാനുള്ള സോപ്പാണ് ഇപ്പോൾ സോപ്പ് ഇടാനുള്ള സ്പൂണാണ് നമ്മളിപ്പോൾ കൊടുക്കുന്നത്. തൽക്കാലം ഇതുകൊണ്ട് തൃപ്തിപ്പെടുക. അടുത്ത പ്രാവശ്യം സമ്മാനം കിട്ടുമ്പോൾ വാഷിംഗ് മെഷീൻ ഗവൺമെന്റിൽ എത്തിക്കുന്നതാണ്. Anne-Maria Thomas, Antonio Joel, Angela Anna Pinoy, Leah Boben, and Anne-Maria Bertis. Roslina, Antonio Joel, Elaine Jayesh, Anne-Maria Varghese. Congratulations to all participants. Thank you, Father.